Hi all, welcome to Edu's Pharmacy Academy. Today, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2016 കേരള PSCയുടെ ക്വസ്റ്റ്യൻ വർക്കൗട്ടാണ്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് 2022 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തിരുന്നു. ആ വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് 2016 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്കറിയാം 2016 വരെ നമുക്ക് 80 മാർക്ക് നമ്മുടെ ഫാർമസിയിൽ നിന്ന് ചോദിക്കും. ബാക്കി 20 GK, കറണ്ട് അഫയേഴ്സ് അങ്ങനെയുള്ള ജനറൽ ടോപ്പിക് ആയിരുന്നു ചോദിച്ചിരുന്നത്. ഫോർച്ചുനേറ്റ്ലി നമുക്കിപ്പോ നമ്മുടെ ഫാർമസി റിലേറ്റഡ് സബ്ജക്റ്റിൽ നിന്ന് മാത്രമാണ് 100 ക്വസ്റ്റ്യനും ചോദിക്കുന്നത്. അപ്പോൾ 2016 80 ക്വസ്റ്റ്യൻ ആണ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെയാണ്, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലൂടെ മാത്രമാണ് നമുക്ക് MCQസിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള കാര്യം മനസ്സിലാകത്തുള്ളൂ. അതുപോലെ ഏതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയകൾ ഫോക്കസ് ചെയ്യണമെന്നും ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതെന്നും അതുപോലെ എങ്ങനെയൊക്കെ പഠിച്ചാൽ നമുക്ക് ക്വസ്റ്റ്യൻസ് കൂടുതൽ അറ്റൻഡ് ചെയ്ത് നല്ലൊരു റാങ്കിലേക്ക് എത്താൻ പറ്റുമെന്നൊക്കെ അറിയണമെങ്കിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തന്നെ ഡിസ്കസ് ചെയ്ത് പഠിച്ചേ പറ്റൂ. അപ്പോൾ ഇന്ന് 2016 ചോദിച്ച 80 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2016 ക്വസ്റ്റ്യൻ ആണ്. കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് ആസ്ബറ്റോസ്. ആസ്ബറ്റോസിന്റെ കെമിക്കൽ കോമ്പോസിഷൻ എന്തെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ സെല്ലുലോസ്, ഓപ്ഷൻ ബി അലൂമിനോസിലിക്കേറ്റ്, ഓപ്ഷൻ സി സിലിക്ക ആൻഡ് ഓപ്ഷൻ ഡി കാർബൺ ഡയോക്സൈഡ്. ആസ്പെറ്റോസ് ഏതാണെന്ന് നമുക്കറിയാം. അപ്പൊ എഡ്യൂസിന്റെ ഫാർമസി ക്ലാസ്സുകളിൽ സ്യൂട്ടിക്സിന്റെ പോർഷനിലാണെങ്കിലും ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രിയുടെ പോർഷൻ ആണെങ്കിലും നമ്മൾ ഇതിന്റെ ഒക്കെ കോൺസ്റ്റിറ്റ്യുവൻസും ഓരോന്നിന്റെ യൂസും ഒക്കെ നമ്മൾ വ്യക്തമായി ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. അപ്പൊ ക്ലാസ്സുകൾ കേട്ടവർക്ക് ഇപ്പൊ ആൻസർ എന്തായാലും അവരുടെ മനസ്സിലെത്തിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോ വാട്ട് ഈസ് ദ കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് ആസ്പെറ്റോസ്? ഓപ്ഷൻ എ സെല്ലുലോസ്. സെല്ലുലോസ് ആണോ ആസ്പെറ്റോസില്? അല്ല. ഓപ്ഷൻ ബി അലൂമിനോസിലിക്കേറ്റ്. അലൂമിനോസിലിക്കേറ്റ് ആണോ? യെസ്, അലൂമിനോസിലിക്കേറ്റ് ആണ് ആൻസർ. ആൻഡ് ദെൻ ഓപ്ഷൻ സി സിലിക്ക. സിലിക്കയും വളരെ ട്രേസ് എമൗണ്ടിലൊക്കെ കാണുന്നെന്ന് പറയുന്നെങ്കിലും കെമിക്കൽ കോമ്പോസിഷൻ എന്ന് പറയുമ്പോൾ അലൂമിനിയം സിലിക്കേറ്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആസ്പെറ്റോസ് എന്ന് പറയുന്ന സബ്സ്റ്റൻസിൽ സിലിക്കയൊക്കെ ഇമ്പ്യൂരിറ്റി അങ്ങനെയൊക്കെ കാണുന്നുണ്ടെങ്കിലും അലൂമിനിയം സിലിക്കേറ്റ് ആണ് എന്ത് ചീഫ് കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂന്റ് എന്ന് പറയുന്നത്. അതായത് ആസ്പെറ്റോസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അലൂമിനിയം സിലിക്കേറ്റ് ആണ്. ആൻഡ് ദെൻ കാർബൺ ഡൈ ഓക്സൈഡ് നമുക്കറിയാം, കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ഇനേർട്ട് ഗ്യാസ് ആണ്. അതൊരിക്കലും ആസ്പെറ്റോസിന്റെ ഒരു കെമിക്കൽ കോമ്പോസിഷൻ ആയിട്ട് വരത്തില്ല. അത് ഓപ്ഷനിൽ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഏർലിയർ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ക്വസ്റ്റ്യൻ എടുക്കുക, അതിന്റെ ആൻസർ എന്താണെന്ന് പഠിക്കുക. റിമൈനിങ് 3 ഓപ്ഷൻസ് പറ്റുമെങ്കിൽ അതിന്റെ ഈ ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അതിന്റെ ഡ്യൂസ് എന്താണ്, അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷൻ എന്താണ്, അല്ലെങ്കിൽ അത് ഏത് ഏരിയയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അറിയാൻ വേണ്ടി ജസ്റ്റ് ആ ഒരു ഓപ്ഷൻസിന്റെ എക്സ്പ്ലനേഷനും കൂടെ നോക്കി പോവുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് 4 ഏരിയ കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിൽ ഓരോ ഓപ്ഷനും എന്താണെന്നും ഈ ഒരു എന്താണ് ഓരോ ക്വസ്റ്റ്യന്റെ രീതിയിൽ ആ ഓപ്ഷൻ എന്ത് റെലവൻസ് ആണുള്ളതെന്ന് മനസ്സിലാക്കാം, അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, അലുമിനോസിലിക്കേറ്റ്. ആസ്പെറ്റോസ് ഈസ് എ ഫൈബ്രസ് മെറ്റീരിയൽ ദാറ്റ് ബിലോങ്ങിങ് ടു ദ ഗ്രൂപ്പ് ഓഫ് ഹൈഡ്രേറ്റഡ് സിലിക്കേറ്റ് മെറ്റീരിയൽ കണ്ടെയ്നിങ് വേരിയസ് എമൗണ്ട് ഓഫ് മഗ്നീഷ്യം, അയൺ ആൻഡ് അതർ എലമെന്റ്സ്. അപ്പോ ആസ്പെറ്റോസിന്റെ കാര്യം നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് ആസ്പെറ്റോസ് എന്താണെന്നാണ്. ബട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആസ്പെറ്റോസ് എന്നതിലുള്ള മറ്റ് കെമിക്കൽ കോമ്പോസിഷൻ അല്ലെങ്കിൽ ഏതൊക്കെ അയോൺസ് ആസ്പെറ്റോസിൽ കാണുന്നു എന്നതുകൂടെ ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത്, ദേ കണ്ടെയ്നിങ് വേരിയബിൾ എമൗണ്ട് ഓഫ് മഗ്നീഷ്യം, അയൺ ആൻഡ് അതർ എലമെന്റ്സ്. അപ്പൊ മഗ്നീഷ്യം അയണും എന്തിലുണ്ടാവും, ആസ്പെറ്റോസിലുണ്ടാവും. മേ ബി ഇനി ഒരു MCQ എങ്ങനെയായിരിക്കും ചോദിക്കുക, വാട്ട് ആർ ദ അയോൺസ് പ്രസന്റ് ഇൻ ദ ആസ്പെറ്റോസ്. അപ്പൊ ഏതൊക്കെയാണ് മഗ്നീഷ്യവും അയണുമാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് ആ ഒരു രീതിയിലും ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. Then ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നത് സെല്ലുലോസ് ആണ്. സെല്ലുലോസ് ഈസ് എ പോളിസാക്കറൈഡ് ഫൗണ്ട് ഇൻ ദ സെൽ വാൾസ് ഓഫ് പ്ലാന്റ് ബട്ട് ഇറ്റ് ഈസ് നോട്ട് റിലേറ്റഡ് ടു ആസ്പെറ്റോസ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യന്റെ രീതിയിൽ പറയുകയാണെങ്കിൽ ആസ്പെറ്റോസുമായിട്ട് സെല്ലുലോസിന് പ്രത്യേകമായ റിലേഷൻ ഒന്നും ഇല്ല. ബട്ട് സെല്ലുലോസ് ഈസ് എ പോളിസാക്കറൈഡ്. അപ്പോൾ സെല്ലുലോസ് ഈസ് എ പോളിസാക്കറൈഡ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. സെല്ലുലോസ് ഈസ് എ മോണോസാക്കറൈഡ്, സെല്ലുലോസ് ഈസ് എ ഡൈസാക്കറൈഡ് ഓർ സെല്ലുലോസ് ഈസ് എ പോളിസാക്കറൈഡ്. അപ്പൊ അതിൽ ഓപ്ഷൻ ഏതാണ്? യെസ്, ഓപ്ഷൻ സി ആണ് എന്ത് പോളിസാക്കറൈഡ്. അതുപോലെ തന്നെ they are found in the cell walls of plants. അപ്പൊ അവിടെ ചോദിക്കാവുന്ന ഒരു MCQ എങ്ങനെയാണ്, the cell walls of plants are made up of which polysaccharide? അപ്പൊ അതിന്റെ ആൻസർ ഏതാണ്? സെല്ലുലോസ്. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഓരോ ഓപ്ഷൻസിനെയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. അതായത് ഓരോ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അത് ഏതൊക്കെ ക്വസ്റ്റ്യൻ ആയി വരുമെന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ നമ്മൾ
PSCക്ക് പ്രിപ്പയർ ചെയ്യുന്നവരെ സംബന്ധിച്ച് എന്താണ്, നമ്മുടെ കയ്യിൽ ക്വസ്റ്റ്യൻ ഉണ്ട്, പക്ഷെ നമുക്ക് അതിന്റെ ആൻസർ അറിയില്ല. ആ ഒരു മെത്തേഡ്, അങ്ങനെ ഒരു പ്രശ്നം വരാതിരിക്കാൻ എന്ത് ചെയ്യണം, നമ്മൾ ആൻസറുകൾ പഠിക്കണം. അതായത് ഒരു ഒറ്റ ആൻസർ അത് ഏതൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻ ആയി വരും എന്ന രീതിയിൽ നമ്മൾ ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്താൽ അല്ലെങ്കിൽ ആൻസേഴ്സിനെ അപ്രോച്ച് ചെയ്താൽ എന്ത് ചെയ്യും, MCQs നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കതിനെ കണ്ടുപിടിക്കാൻ പറ്റും അതിൽ ആൻസർ ഏതാണെന്ന്. അപ്പൊ നമ്മുടെ കയ്യിൽ എന്തുണ്ടാവണം, ആൻസർ ഉണ്ടാവണം. ആൻസറിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. അല്ലാതെ ക്വസ്റ്റ്യൻസ് പഠിച്ചു വെച്ചിട്ട് അതിന്റെ ആൻസർ ആയിട്ട് പഠിക്കാൻ നമുക്ക് കൺഫ്യൂഷൻ ആവും. പലതരം ഓപ്ഷൻസ് കാണുമ്പോൾ നമുക്ക് തോന്നും ഇതിൽ ഏതാ കറക്റ്റ് ആൻസർ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, ആൻസേഴ്സ് ആയിരിക്കും നന്നായിട്ട് പഠിക്കേണ്ടത്. ആ ആൻസറിന് ഏതൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻ ആയി വരുമെന്നുള്ള രീതിയിൽ വേണം എപ്പോഴും MCQs അപ്രോച്ച് ചെയ്യാൻ. Then silica. While silica can be present in a certain type of minerals, it is not a primary component of asbestos. അപ്പോൾ നമുക്കറിയാം സിലിക്ക പല സബ്സ്റ്റൻസിന്റെയും ഇമ്പ്യൂരിറ്റി ആയിട്ടൊക്കെ കാണുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്. ഇപ്പൊ അലുമിനിയം സിലിക്കേറ്റ് പോലെയുള്ള അല്ലെങ്കിൽ നമ്മുടെ ആസ്ബെറ്റോസ് പോലെയുള്ള സബ്സ്റ്റൻസിൽ ഒരു ഇമ്പ്യൂരിറ്റി ആയിട്ട് സിലിക്ക കാണാം. പക്ഷെ പ്രൈമറി കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ചീഫ് കോൺസ്റ്റന്റ് എന്നൊരിക്കലും നമുക്ക് സിലിക്ക ഇവിടെ പറയാൻ പറ്റില്ല. അപ്പൊ സിലിക്ക ആൻസർ അല്ല. ആൻഡ് ദെൻ കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് എ ഗ്യാസ്, ഇറ്റ് ഈസ് നോട്ട് എ കമ്പോണന്റ് ഓഫ് ആസ്ബെറ്റോസ്. അപ്പൊ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാം ക്ലിയർ ആയല്ലോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which among the following is classified as a folate antagonist? Folate antagonist താഴെ തന്നിട്ടുള്ള ഓപ്ഷനിൽ ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഫാർമക്കോളജി ഒക്കെ ക്ലാസ്സുകൾ വളരെ നന്നായിട്ട് നമ്മൾ എഡ്യൂസിൽ എടുത്തിട്ടുണ്ട്. അപ്പൊ ആ ക്ലാസ്സുകളൊക്കെ കേട്ടവർക്ക് ഇപ്പൊ ആൻസർ നന്നായിട്ട് അറിയാം. ക്ലാസ്സുകൾ കാണാത്തവർ ആ ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുക. ഓക്കെ, ദെൻ ഓപ്ഷൻ എ മെത്തോട്രക്സേറ്റ്, ഓപ്ഷൻ ബി ക്വിനിഡിൻ, ഓപ്ഷൻ സി പ്രിമാക്വിൻ ആൻഡ് ഓപ്ഷൻ ഡി ക്ലോറോക്വിൻ. അപ്പോ which among the following is classified as a folate antagonist? Folate antagonist താഴെ പറയുന്നതിൽ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ മെത്തോട്രക്സേറ്റ്, ഓപ്ഷൻ ബി ക്വിനിഡിൻ, ഓപ്ഷൻ സി പ്രിമാക്വിൻ ആൻഡ് ഓപ്ഷൻ ഡി ക്ലോറോക്വിൻ. ഏതാണ് ആൻസർ? യെസ്, ഓപ്ഷൻ എ ആണ്, മെത്തോട്രക്സേറ്റ് ആണ്. ബാക്കിയെല്ലാം എന്താണ്, ക്വിനിഡിൻ ഡെറിവേറ്റീവ്സ് ആണ്. നമ്മൾ എന്താണ് 4-ക്ലോറോക്വിനിഡിനും 4-അമിനോക്വിനിഡിൻ, അങ്ങനെ ക്വിനിഡിന്റെ ക്ലാസിഫിക്കേഷൻസ് ഒക്കെ നമ്മൾ ആന്റി മലേറിയൽ ഡ്രഗിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിന്റെ എക്സ്പ്ലനേഷൻ എന്താണെന്ന് നോക്കാം. മെത്തോട്രക്സേറ്റ് ഈസ് ക്ലാസിഫൈഡ് ആസ് എ ഫോളേറ്റ് ആന്റഗോണിസ്റ്റ്. മെത്തോട്രക്സേറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫോളേറ്റ് ആന്റഗോണിസ്റ്റ് ആണ്. ആന്റി മെറ്റബോളൈറ്റ് കോമ്പൗണ്ട്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ആസ് എ ഫോളേറ്റ് ആന്റഗോണിസ്റ്റ്. മെത്തോട്രക്സേറ്റ് ഇൻഹിബിറ്റ് ഡൈഹൈഡ്രോഫോളേറ്റ് റിഡക്ടേഴ്സ് ആൻഡ് ദ എൻസൈം ഇൻവോൾവ് ഇൻ ദ ഫോളേറ്റ് മെറ്റബോളിസം. ഫോളേറ്റ് മെറ്റബോളിസത്തിൽ ഇൻവോൾവ് ചെയ്യുന്ന ഡൈഹൈഡ്രോഫോളേറ്റ് റിഡക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു എൻസൈമിനെ ഇൻഹിബിറ്റ് ആണ് എന്ത് ചെയ്യുക, ഫോളേറ്റ് ആന്റഗോണിസ്റ്റ് ആയിട്ടുള്ള മെത്തോട്രക്സേറ്റ് ചെയ്യുക. ഇറ്റ് ഡിക്രീസ് ദ അവൈലബിലിറ്റി ഓഫ് ഫോളേറ്റ് ഫോർ സെൽ ഡിവിഷൻ. അപ്പൊ നമുക്കറിയാം ക്യാൻസർ സെൽസിന്റെ കാര്യത്തില്, ക്യാൻസർ സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ നോർമൽ ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ നോർമലായ ഒരു സെല്ല് എന്തെങ്കിലും ഒരു കാർസിനോജനിക് ആയിട്ടുള്ള സബ്സ്റ്റൻസിന്റെ പ്രസൻസിൽ, മേ ബി റേഡിയേഷൻ ആവാം, അല്ലെങ്കിൽ കെമിക്കൽസ് ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഫിസിക്കൽ സബ്സ്റ്റൻസ് ആവാം, അതിന്റെ ഒരു പ്രസൻസിൽ കാർസിനോജനിക് ആയിട്ട് മാറുന്നു. അതായത് ക്യാൻസർ സെല്ലായിട്ട് മാറുമ്പോൾ അതെന്ത് ചെയ്യും, എന്താണ് അൺകൺട്രോളബിൾ ഡിവിഷൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് മാറുന്നു. അതായത് നമ്മുടെ നോർമൽ സെൽ ഡിവിഷന്റെ റേറ്റിൽ നിന്നും വളരെ എത്രയോ മടങ്ങിലധികം എന്ത് ചെയ്യും, ക്യാൻസർ സെൽസ് റാപ്പിഡായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിലൂടെ എന്താണ് ക്യാൻസർ എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ സെൽ ഡിവിഷന് വേണ്ട ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ഒരു കോൺസ്റ്റന്റ് ആണ് എന്ത്, ഫോളേറ്റ് എന്നതുകൊണ്ട് പറയുന്നത്. അപ്പൊ ആ ഫോളേറ്റിന്റെ എന്താണ് അവൈലബിലിറ്റി കുറയ്ക്കുക, അതായത് ഡിപ്ലീഷൻ ഓഫ് എന്താണ് റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഡിപ്ലീഷൻ ഓഫ് റിക്വയർഡ് എലമെന്റ്സ് എന്ന് പറയും. അതായത് സെൽ ഡിവിഷന് വേണ്ട ഏറ്റവും വൈറ്റൽ ആയിട്ടുള്ള സബ്സ്റ്റൻസിന്റെ എമൗണ്ട് കുറയ്ക്കുന്നതിലൂടെ എന്ത് ചെയ്യും, നമുക്ക് അവിടെ ആ ഒരു റാപ്പിഡ് സെൽ ഡിവിഷൻ അല്ലെങ്കിൽ അൺകൺട്രോളബിൾ സെൽ ഡിവിഷൻ എന്ന് പറഞ്ഞ ഒരു കണ്ടീഷനെ നമുക്ക് ഇൻഹിബിറ്റ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫോളേറ്റ് ആന്റഗോണിസ്റ്റ്, ആന്റി മെറ്റബിളൈറ്റ് ആണ് എന്ത്, ഫോളേറ്റ് ആന്റഗോണിസ്റ്റ് വിച്ച് ഇൻഹിബിറ്റ് ഡൈഹൈഡ്രോഫോളേറ്റ് റിഡക്ടേഴ്സ്. ഡൈഹൈഡ്രോഫോളേറ്റ് റിഡക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്തിട്ടാണ് എന്ത്, the enzyme involved in folate metabolism lead to decreased availability of folate for cell division. And then option B നോക്കുകയാണെങ്കിൽ it is quinidine. It is not a folate antagonist. നമുക്കറിയാം quinidine ഒരിക്കലും folate antagonist ആയിട്ട് വരില്ല. It is primarily used for the treatment of malaria by interfering with the parasites availability to break down hemoglobin. അതായത്
മലേറിയയുടെ ട്രീറ്റ്മെന്റിന് യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗ് ആണ് എന്ത് ക്വിനിഡിൻ എന്ന് പറയുന്നത്. എന്താണ് ബൈ ഇന്റർഫെറിംഗ് ദ പാരസൈറ്റ്സ് എബിലിറ്റി ടു ബ്രേക്ക് ഡൗൺ ഹീമോഗ്ലോബിൻ. അപ്പൊ നമുക്കറിയാം RBCയിലൊക്കെ എന്താണ് മലേറിയൽ പാരസൈറ്റ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ഹീമോഗ്ലോബിനെ ഡിവൈഡ് ചെയ്തിട്ട് എന്താണ് ഒരു വളരെ ഹ്യൂജ് എമൗണ്ടിൽ ഹീം നമ്മുടെ ബ്ലഡിലേക്ക് റിലീസ് ചെയ്യും. അപ്പൊ ആ ഹീമിനെ ഒരു ആന്റിജൻ ആയിട്ട് ബോഡി കണക്കാക്കിയിട്ടാണ് എന്താണ് മലേറിയക്ക് അത്രയും ഹൈ ഫീവർ എന്ന് പറയുന്നൊരു കണ്ടീഷൻ ഉണ്ടാകുന്നതൊക്കെ നമ്മൾ മലേറിയയുടെ ഫിസിയോളജിയിൽ പഠിച്ച കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഹീമോഗ്ലോബിനെ അൺകൺട്രോളബിൾ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഹീമിന്റെ റിലീസ് ഉണ്ടാക്കിയിട്ട് വളരെ ഹൈ ടെമ്പറേച്ചർ അല്ലെങ്കിൽ വലിയ പനിയാണ് എന്ത് മലേറിയയുടെ ഒരു സിംറ്റം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കണ്ടീഷൻ വരാതിരിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗ് ആണ് എന്ത് ക്വിനിഡിൻ, വിച്ച് ഇന്റർഫയറിംഗ് വിത്ത് ദ പാരസൈറ്റ്സ് എബിലിറ്റി, പാരസൈറ്റ്സിന് ഹീമോഗ്ലോബിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനുള്ള എബിലിറ്റിയെ ഡിക്രീസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗ് ആണ് എന്ത് ക്വിനിഡിൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത ഓപ്ഷൻ എന്താണെന്ന് നോക്കാം. Then primaquine, it is not a folate antagonist either. It is used for the treatment of malaria, particularly preventing the Plasmodium vivax and relapse of Plasmodium vivax and Plasmodium ovale. അതായത് അപ്പൊ നമ്മൾ പറഞ്ഞു ക്വിനിഡിൻ എന്ന ഡ്രഗ് എന്താണ് ചെയ്യുന്നത്, ഹീമോഗ്ലോബിനെ ഡിവൈഡ് ചെയ്യാനുള്ള പാരസൈറ്റിന്റെ എബിലിറ്റിയെ നശിപ്പിക്കുകയാണ് എന്ത് ചെയ്യുന്നത്, ക്വിനിഡിൻ ചെയ്യുന്നത്. ബട്ട് ഇവിടെ പ്രിമാക്വിൻ എന്ന് പറയുന്ന ഡ്രഗ് അല്ലെങ്കിൽ പ്രൈമാക്വിൻ എന്ന് പറയും, വിച്ച് ഇസ് നോട്ട് എ ഫോളേറ്റ് ആന്റഗോണിസ്റ്റ്, ഇസ് യൂസ്ഡ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് മലേറിയ, പർട്ടിക്കുലർലി പ്രിവെന്റിംഗ് ദ റിലാപ്സിനെ പ്രിവെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗ് ആണ് എന്ത് പ്രിമാക്വിൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എത്ര MCQs കിട്ടി, അതായത് ഹീമോഗ്ലോബിനെ ഡിവൈഡ് ചെയ്യാനുള്ള മലേറിയൽ പാരസൈറ്റിന്റെ എബിലിറ്റിയെ പ്രിവെന്റ് ചെയ്യുന്ന ഡ്രഗ് ഏതാണ്? ഓപ്ഷൻസ് പ്രിമാക്വിൻ, ക്വിനിഡിൻ, ക്ലോറോക്വിൻ, അങ്ങനെയുള്ള ഓപ്ഷൻസ് ഏതാണ്? ക്വിനിഡിൻ ആണ്. ആൻഡ് ദെൻ വിച്ച് ഡ്രഗ് ഈസ് യൂസ്ഡ് ഫോർ പ്രിവെന്റിംഗ് ദ റിലാപ്സ് ഓഫ് പ്ലാസ്മോഡിയം വൈവാക്സ് ആൻഡ് പ്ലാസ്മോഡിയം ഒവേലി എന്ന് ചോദിച്ചാൽ ഏതാണ്? പ്രിമാക്വിൻ ആണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ഓപ്ഷനെ അപ്രോച്ച് ചെയ്യാം. ദെൻ ക്ലോറോക്വിൻ, ഇറ്റ് ഈസ് നോട്ട് എ ഫോളേറ്റ് ആന്റഗോണിസ്റ്റ്, ആൾസോ യൂസ്ഡ് ഫോർ ദ മലേറിയ ട്രീറ്റ്മെന്റ്, പ്രൈമർലി ഡിസ്ട്രപ്റ്റിംഗ് ദ പാരസൈറ്റ് എബിലിറ്റി ടു thrive within the red blood cells. അതായത് ഡിസ്ട്രപ്റ്റിംഗ് ദ പാരസൈറ്റ്സ് എബിലിറ്റി ടു thrive within the red blood cells. റെഡ് ബ്ലഡ് സെൽസിനകത്ത് പാരസൈറ്റിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ അതിനകത്ത് ജീവിക്കാനുള്ള പാരസൈറ്റിന്റെ എബിലിറ്റിയെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗ് ആണ് എന്ത് ക്ലോറോക്വിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ ഇവിടെ എന്താണ് ഒരു ഓപ്ഷൻ ആണ് എന്ത് ഫോളേറ്റ് ആന്റഗോണിസ്റ്റ് എന്ന് പറയുന്ന മെത്തോട്രക്സേറ്റ് തന്നിരിക്കുന്നത്. ബാക്കി 3 ഓപ്ഷൻ എന്താണ്? ആന്റി മലേറിയൽ ഡ്രഗ് ആണ്. ആന്റി മലേറിയൽ ഡ്രഗിൽ തന്നെ വെറൈറ്റി ഓഫ് മെക്കാനിസം ഓഫ് ആക്ഷൻ ഉള്ള 3 ഡ്രഗ് ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഫോളേറ്റ് ആന്റഗോണിസ്റ്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചു, അതുപോലെ തന്നെ ആന്റി മലേറിയൽ ഡ്രഗിന്റെ കുറെ പോർഷൻസ് ഒക്കെ നമ്മൾ കവർ ചെയ്തില്ലേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Gynecomastia may be the possible side effect of one of the following drug. താഴെ തന്നിട്ടുള്ള ഏതോ ഒരു ഡ്രഗിന്റെ പോസിബിൾ സൈഡ് എഫക്റ്റ് ആണ് ഗൈനക്കോമാസ്റ്റിയ എന്ന് പറയുന്നത്. അപ്പോ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ കീറ്റോകോണസോൾ, ഓപ്ഷൻ ബി ബ്രോമോക്രിപ്റ്റിൻ, ഓപ്ഷൻ സി ക്ലോട്രിമസോൾ ആൻഡ് ഓപ്ഷൻ ഡി സൾഫണമൈഡ്. അപ്പോ ഗൈനക്കോമാസ്റ്റിയ മേ ബി ദ പോസിബിൾ സൈഡ് എഫക്ട് ഓഫ് വൺ ഓഫ് ദ ഫോളോയിങ് ഡ്രഗ്. ഓപ്ഷൻ എ കീറ്റോകോണസോൾ, ഓപ്ഷൻ ബി ബ്രോമോക്രിപ്റ്റിൻ, ഓപ്ഷൻ സി ക്ലോട്രിമസോൾ ആൻഡ് ഓപ്ഷൻ ഡി സൾഫണമൈഡ്. അപ്പോൾ ഗൈനക്കോമാസ്റ്റിയ ADR എന്ന് പറയുന്ന ഒരു പോർഷൻ നമ്മൾ ക്ലിനിക്കൽ ഫാർമസിയിൽ എടുത്ത സമയത്ത് എടുത്തെടുത്ത് പറഞ്ഞൊരു ഡ്രഗ് ആണ്, അല്ലെങ്കിൽ പറഞ്ഞൊരു ഡ്രഗിന്റെ സൈഡ് എഫക്റ്റ് ആണ് ഗൈനക്കോമാസ്റ്റിയ എന്ന് പറയുന്നത്. അപ്പൊ ഗൈനക്കോമാസ്റ്റിയ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് മെയിൽ ആയിട്ടുള്ള ആൾക്കാരിൽ, അപ്പൊ നോർമൽ ഫീമെയിൽ ബോഡിയിൽ എന്തായാലും നമുക്ക് എന്താണ് ബ്രസ്റ്റ് എൻലാർജ്മെന്റ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വേണം. നമ്മുടെ ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ഒരു പ്രോസസ് ആണത്. ബട്ട് മെയിൽ ബോഡിയിൽ എന്താണ് ഈ ബ്രസ്റ്റ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ബ്രസ്റ്റിന്റെ എൻലാർജ്മെന്റ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ മേ ബി ദ സൈഡ് എഫക്ട് ഓഫ് സം ഡ്രഗ്സ്, അതുകൊണ്ടുണ്ടാകുന്ന അങ്ങനെയുള്ള ഒരു കണ്ടീഷനെയാണ് ഇത് ഗൈനക്കോമാസ്റ്റിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അവിടെ പറഞ്ഞിരുന്നു ഓരോ ഡ്രഗ് ഏതോ നമ്മുടെ ഓരോ ഡ്രഗ്സിന്റെ, അതായത് പ്രൊലാക്റ്റിന്റെ ഒക്കെ ഡക്റ്റുകൾ, പ്രൊലാക്റ്റിനൊക്കെ റിലീസ് ചെയ്യുന്ന ഡ്രഗുകളെയൊക്കെ ബ്ലോക്ക് ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ആൻഡ്രജൻസിന്റെ പ്രൊഡക്ഷൻ കൂടുന്നതുകൊണ്ടാണ് ഇത് ഉണ്ടാകുന്നതെന്നും എന്താണ് ഗൈനക്കോമാസ്റ്റിയ എന്ന് അതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്താണെന്നൊക്കെ നമ്മൾ ക്ലിനിക്കൽ ഫാർമസിയിൽ ADR എടുത്തപ്പോൾ വ്യക്തമായ എഡ്യൂഷനിൽ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പൊ ക്ലാസ് കേൾക്കാത്തവർ അത് കേൾക്കുക. അപ്പോൾ താഴെയുള്ള ഡ്രഗിൽ ഏതിന്റെ ക്ലാസ് അഡ്വേഴ്സ് എഫക്റ്റ് ആണ് എന്താണ് ഗൈനക്കോമാസ്റ്റിയ എന്നാണ് ചോദിക്കുന്നത്. അപ്പം ക്ലാസ് കേട്ടവർ ഇപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ടാവും ഏതാണ് ഓപ്ഷൻ എന്ന്. ഓപ്ഷൻ എ കീറ്റോകോണസോൾ ആണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇനി അതിലെ ഓരോ ഓപ്ഷൻസിനെയും ഏതാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം.
അപ്പൊ ഓപ്ഷൻ എ കീറ്റോകോണസോൾ ആണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. നമുക്ക് മറ്റുള്ള ഓപ്ഷൻസിനും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടതുണ്ട്. അപ്പോൾ ketoconazole is known for the causing gynecomastia. It is an antifungal medication used to treat fungal infection. Fungal infections treat ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ആന്റിഫംഗൽ ഡ്രഗ് ആണ് ketoconazole എന്ന് പറയുന്നത്. ketoconazole ഒരു പോസിബിൾ സൈഡ് എഫക്ട് അല്ലെങ്കിൽ പോസിബിൾ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ ആണ് എന്ത് gynecomastia എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ketoconazole ആണ്. ഇനി മറ്റുള്ള ഓപ്ഷൻ എന്താണെന്ന് നോക്കാം. bromocriptine. Bromocriptine is a medication used to treat the conditions such as hyperprolactinemia and one of the side effects may be gynecomastia. ഇപ്പൊ ബ്രോമോക്രിപ്റ്റിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് മേ ബി നമുക്ക് gynecomastia പറയാം. പക്ഷെ ചീഫ് ADR എന്ന് പറയുന്നത് ketoconazole ആണ്. ഓക്കെ, അപ്പൊ ബ്രോമോക്രിപ്റ്റിൻ യൂസ് ടു ട്രീറ്റ് ഹൈപ്പർപ്രൊലാക്ടീമിയ അതായത് പ്രൊലാക്റ്റിന്റെ എമൗണ്ട് കൂടുന്ന ആ ഒരു കണ്ടീഷനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗാണ് ബ്രോമോക്രിപ്റ്റിൻ എന്ന് പറയുന്നത്. അതിന്റെയും പോസിബിൾ സൈഡ് എഫക്ട് gynecomastia തന്നെയാണ്. Then clotrimazole is a primary antifungal medication used typically and not associated with the gynecomastia. Antifungal medication തന്നെയാണ് clotrimazole എന്ന് പറയുന്നത്. But it is not treated with അല്ലെങ്കിൽ എന്താണ് gynecomastia ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡ്രഗ് അല്ല എന്ത് clotrimazole എന്ന് പറയുന്നത്. അപ്പൊ clotrimazole കോമ്പോസിഷൻ എന്താണെന്നും clotrimazole ഏതൊക്കെ കോൺസെൻട്രേഷനിലാണ് രണ്ട് ഡ്രഗുകളെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊന്നും ഇപ്പൊ ഇവിടെ പറയുന്നില്ല. അപ്പൊ അതൊക്കെ എജുസിന്റെ ക്ലാസ്സിൽ വളരെ വ്യക്തമായിട്ട് എടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. ആൻഡ് ദെൻ സൾഫോണമൈഡ് ഡ്രഗ്സ് ആർ ദ ക്ലാസ് ഓഫ് ആന്റിബയോട്ടിക്സ് ആൻഡ് gynecomastia is not typical side effect of the class of drug. അപ്പൊ സൾഫോണമൈഡിന്റെ എന്താണ് ആന്റിബയോട്ടിക് ക്ലാസിഫിക്കേഷനിൽ വരുന്ന ഡ്രഗ് തന്നെയാണ് സൾഫോണമൈഡ്. ബട്ട് gynecomastia എന്ന് പറയുന്ന ഒരു ADR അവിടെ ഒന്നും പറയുന്നില്ല. അപ്പൊ ഓരോ ഡ്രഗിന്റെ ADR എന്നുള്ളത് വ്യക്തമായി നമ്മൾ ക്ലാസ്സുകൾ എടുത്തിട്ടുള്ളതാണ്. ക്ലാസ് കേൾക്കാത്തവർ ആ ക്ലാസ് കേൾക്കുക. ഓക്കെ, അപ്പൊ ആൻസർ ഓപ്ഷൻ എ ആണ് ketoconazole. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്. വെൻ at least 51% of share of business organization are in the hands of government, it is called. Okay, option A public corporation, option B government company, option C public company, and option D departmental organization. അതായത് when at least 51 share of business is in the hand of government is called. അതായത് ഒരു കമ്പനിയുടെ 51% ഷെയർ ഗവൺമെന്റിന്റെ കയ്യിലാണെങ്കിൽ ആ കമ്പനി ഏത് പേരിൽ വിളിക്കും എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ പബ്ലിക് കോർപ്പറേഷൻ, ഓപ്ഷൻ ബി ഗവൺമെന്റ് കമ്പനി, ഓപ്ഷൻ സി പബ്ലിക് കമ്പനി ആൻഡ് ഓപ്ഷൻ ഡി ഡിപ്പാർട്ട്മെന്റൽ ഓർഗനൈസേഷൻ. അപ്പൊ നമുക്കത് വായിക്കുമ്പോൾ തന്നെ അറിയാം നമ്മുടെ ഇൻവെന്ററി കൺട്രോൾ ഒരു പോർഷനിൽ വരുന്ന HNCP-യിലൊക്കെ വരുന്ന കുറച്ച് പോർഷൻസ് ആണിത്. അപ്പോൾ HNCP അല്ല DSBM-ൽ വരുന്ന കുറച്ച് പോർഷൻസ് ആണ്. അപ്പോൾ അതൊക്കെ ആ പോർഷൻസ് ഒക്കെ നമ്മൾ എഡിസിൽ വളരെ വ്യക്തമായിട്ട് എടുത്തിട്ടുള്ള ക്ലാസ്സുകളാണ്. അപ്പോൾ ക്ലാസ് കേൾക്കാത്തവർ ആ ക്ലാസ് കേൾക്കുക. അപ്പോൾ വെൻ അറ്റ്ലീസ്റ്റ് 51 ഷെയർ ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഗവൺമെന്റ്, ഇറ്റ് ഈസ് കോൾഡ് ഗവൺമെന്റ് കമ്പനി തന്നെയാണ്. അപ്പോൾ അതിന്റെ എക്സ്പ്ലനേഷൻ എന്താണെന്ന് നോക്കാം. അതായത് ഈ 4 ഓപ്ഷൻസും എന്തിനെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പബ്ലിക് കോർപ്പറേഷൻ. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഗവൺമെന്റ് കമ്പനി തന്നെയാണ്. നമ്മൾ ആ ക്ലാസ്സുകളിലൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. Government company. This is the correct option. When at least 51 shares of a business organization are in the hands of government, it is termed as a government company. The government has the significant majority stake in such companies. അതായത് ഒരു കമ്പനിയുടെ 51 ഷെയർസ് ഗവൺമെന്റിന്റെ കയ്യിലാണെങ്കിൽ അങ്ങനെയുള്ള കമ്പനികളെയാണ് നമ്മൾ ഗവൺമെന്റ് കമ്പനി എന്ന് പറയുന്നത്. അപ്പൊ മെജോറിറ്റി ഷെയർ ഗവൺമെന്റിന്റെ കയ്യിലായതുകൊണ്ട് തന്നെ എന്താണ് ഗവൺമെന്റിനായിരിക്കും അതിന്റെ മെജോറിറ്റി ആയിട്ടുള്ള എന്താണ് ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി ഒക്കെ ഉള്ളത്. ആൻഡ് ദെൻ ഓപ്ഷൻ എ എന്താണ് പറയുന്നത്? പബ്ലിക് കോർപ്പറേഷൻ. ദ പബ്ലിക് കോർപ്പറേഷൻ ഈസ് എ ലീഗൽ എൻറ്റിറ്റി ക്രിയേറ്റഡ് ബൈ ദ ഗവൺമെന്റ് ടു പെർഫോം സ്പെസിഫിക് ഫങ്ഷൻസ്. ഹവർ ദ ഓണർഷിപ്പ് മേ നോട്ട് നെസസറിലി ബി മെജോറിറ്റി കൺട്രോൾഡ് ബൈ ദ ഗവൺമെന്റ്. അതായത് ഗവൺമെന്റ് ക്രിയേറ്റ് ചെയ്ത ഒരു കോർപ്പറേഷൻ അല്ലെങ്കിൽ ഒരു ലീഗൽ എൻറ്റിറ്റി തന്നെയാണ് പബ്ലിക് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. ആസ് ദ നെയിം ഇൻഡിക്കേറ്റ് ഗവൺമെന്റിനല്ല അതിന്റെ മെജോറിറ്റി ഷെയറുകൾ ഉള്ളത്, അതിന്റെ പബ്ലിക്കിന്റെ കയ്യിലായിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ് 51 ഷെയർസ് ഗവൺമെന്റിന്റെ കയ്യിലുള്ള ഒരു കമ്പനി അല്ല എന്ന് പറയുന്നത് പബ്ലിക് കോർപ്പറേഷൻ എന്ന് പറയുന്നത്.
And then public company. A public company is one whose shares are traded on stock exchange and can be owned by the public. The level of government ownership is not specified in this step. അതായത് പബ്ലിക്കിന്റെ കയ്യിൽ മെജോറിറ്റി ഓഫ് ഷെയർസ് ഉള്ള കമ്പനികളാണ് എന്ത് പബ്ലിക് കമ്പനി എന്ന് പറയുന്നത്. കോർപ്പറേഷൻ എന്ന് പറയുന്നത് വിച്ച് ഇസ് ക്രിയേറ്റഡ് ബൈ ഗവൺമെന്റ് ബട്ട് എന്താണ് ഓൺഡ് ബൈ അല്ലെങ്കിൽ അതിന്റെ മെജോറിറ്റി ഷെയർസ് പബ്ലിക്കിന്റെ ആയിരിക്കും. പക്ഷേ പബ്ലിക് കമ്പനി എന്ന് പറയുന്നത് എന്താണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ ഷെയറുകളെല്ലാം കമ്പനിയുടെ അതായത് പബ്ലിക്കിന്റെ കയ്യിലുള്ളവരാണ്. Then departmental organization, it is the government entity where the activities are carried out directly by the government department and it is not typically associated with the shares or ownership. അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റ് ഓൺ ചെയ്യുന്ന ഗവൺമെന്റ് ക്രിയേറ്റ് ചെയ്ത എൻറ്റിറ്റി തന്നെയാണ് അല്ലെങ്കിൽ ഗവൺമെന്റ് എൻറ്റിറ്റി തന്നെയാണ്. പക്ഷെ അതിന്റെ ഫങ്ഷൻസ് ആർ ക്യാരിഡ് ഔട്ട് ബൈ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. ഇവിടെ ഓണർഷിപ്പിനെ ഷെയർസിനെ കുറിച്ചൊന്നും പറയുന്നില്ല. ഓക്കെ, then fifth question. മെരിസ്റ്റസിൻ ഈസ് ആ കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂവന്റ്. അപ്പൊ ഫാർമക്കോഗ്നിഷൻ ക്ലാസ്സിൽ നമ്മൾ ഓരോ ഡ്രഗിന്റെയും കോൺസ്റ്റിറ്റ്യൂവന്റ് എന്താണെന്നും അതിന്റെ ചീഫ് കോൺസ്റ്റിറ്റ്യൂവൻസ് ഏതൊക്കെയാണെന്നും അതിന്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണെന്നും യൂസ് എന്താണെന്നും അതുപോലെ തന്നെ അതിന്റെ ക്യാരക്ടറിസ്റ്റിക് കെമിക്കൽ ടെസ്റ്റുകൾ എന്തൊക്കെയാണെന്നും എജുസിൽ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു പോർഷനിൽ നിന്ന് കോഗ്നിസിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മെരിസ്റ്റസിൻ ഈസ് ആ കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂവന്റ് ഓഫ് ഓപ്ഷൻ എ സിനമൺ, ഓപ്ഷൻ ബി സെന്ന, ഓപ്ഷൻ സി നട്ട്മെഗ്, ഓപ്ഷൻ ഡി ഡിജിറ്റാലിസ്. ഏതാണ്? ഓപ്ഷൻ സി ആണ്, നട്ട്മെഗ് ആണ്. മിരിസ്റ്റിക്ക ഫ്രാഗ്രൻസ് അതിനകത്തെ കോൺസ്റ്റന്റ് ആണ് മെരിസ്റ്റസിൻ എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ സി നട്ട്മെഗ് ആണ് അതിന്റെ ആൻസർ. ഇനി നമുക്ക് ഓരോ ഓപ്ഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. സിനമൺ, മിരിസ്റ്റിസിൻ ഇസ് നോട്ട് എ പ്രോമിനന്റ് കെമിക്കൽ കോൺസ്റ്റന്റ് ഓഫ് സിനമൺ. നമുക്കറിയാം സിനമണിൽ ഒരിക്കലും മിരിസ്റ്റിസിൻ എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് നമ്മൾ പഠിച്ചിട്ടില്ല. ദ സിനമൺ ഈസ് നോൺ ഫോർ ദ കോമ്പൗണ്ട്സ് ലൈക്ക് സിനമാൽഡിഹൈഡ്, സിനമിക് ആസിഡ് ആൻഡ് കൗമാരിൻ. സിനമാൽഡിഹൈഡ്, സിനമിക് ആസിഡ്, കൗമാരിൻ എന്നൊക്കെയാണ് എന്ത് നമ്മുടെ സിനമണിലെ ചീഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സിനമാൽഡിഹൈഡ് and then cinnamic acid and coumarin. Cinnamaldehyde, cinnamic acid and coumarin. അപ്പൊ മേ ബി അടുത്ത എക്സാമിന് നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്തായിരിക്കും? സിനമാൽഡിഹൈഡ് ആസ് എ ചീഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡ്രഗ്സ്, അല്ലെങ്കിൽ കൗമാരിൻ ഇസ് എ ചീഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡ്രഗ്സ്. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനെ അറ്റൻഡ് ചെയ്യാൻ നമുക്ക് ഈ ഒരു ഓപ്ഷൻ പഠിച്ചതിലൂടെ കഴിയുന്നില്ലേ? Then senna. Myristicin not is found in senna. Senna is a plant known for laxative properties and its chemical constituents are primarily anthraquinone glycosides. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നതിൽ നമ്മൾ ബ്രോൺട്രാക്കസ് ടെസ്റ്റ്, മോഡിഫൈഡ് ബ്രോൺട്രാക്കസ് ടെസ്റ്റ് ഒക്കെ പറഞ്ഞതാണ്. അവിടെ ഈ സെന്നയെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ മിരിസ്റ്റിസിൻ എന്ന് പറഞ്ഞ സെന്നയിലെ ചീഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് അല്ല. ലാക്സേറ്റീവ് പ്രോപ്പർട്ടിക്ക് യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗ് ആണ് സെന്ന എന്ന് പറയുന്നത്. And the chemical constituent of senna എന്ന് പറയുന്നത് anthraquinone glycosides ആണ്. Okay, then next option, nutmeg. Nutmeg is the correct answer. Myristicin is a natural compound present in significant amount in nutmeg. അപ്പൊ nutmeg എന്ന് പറയുന്നത് മിരിസ്റ്റിക്ക ഫ്രാഗ്രൻസ് എന്ന് പറയുന്ന ഒരു ട്രീയുടെ എന്താണ് ഒരു സിനോണിം ആയിട്ട് കണക്കാക്കുക. അപ്പൊ nutmeg എന്ന് പറയുന്ന എന്താണ്? മിരിസ്റ്റിക്ക ഫ്രാഗ്രൻസ് ആണ്. ചീഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് എന്ന് പറയുന്നത് മിരിസ്റ്റിസിൻ ആണ്. ഇതേ മിരിസ്റ്റിസിൻ തന്നെയാണ് നട്ട്മെഗിന് എന്ത് ഒരു ക്യാരക്ടറിസ്റ്റിക് ഫ്ലേവർ കൊടുക്കുന്നത്. And then digitalis. Myristicin digitalis കാണുന്നില്ല. Digitalis is known for cardiac glycosides. നമുക്കറിയാം ഡിജോക്സിൻ, ഡിജിറ്റോക്സിൻ ഒക്കെ നമ്മൾ ഡിജിറ്റാലിസിന്റെ കോൺസ്റ്റൻസിന്റെ കാര്യം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ കാർഡിയക് ഗ്ലൈക്കോസൈഡ് വിച്ച് ആർ ദ കോമ്പൗണ്ട് യൂസ്ഡ് ഇൻ ഹേർട്ട് മെഡിക്കേഷൻ. ഹേർട്ട് മെഡിക്കേഷൻസിൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു കോൺസ്റ്റന്റ് ആണ് എന്ത് ഡിജിറ്റാലിസ് എന്ന് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A cationic surfactants. അപ്പോൾ 2022 ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴും നമ്മൾ ഇതേപോലെ തന്നെ സർഫക്റ്റൻസിന്റെ കാര്യത്തിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കണ്ടിരുന്നു. അപ്പൊ ഇതിനകത്ത് കാറ്റോണിക് സർഫക്റ്റന്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ പോളിസോർബേറ്റ് 18, ഓപ്ഷൻ ബി സെട്രിമൈഡ്, ഓപ്ഷൻ സി സോഡിയം ഡോഡെക്കണേറ്റ് ആൻഡ് ഓപ്ഷൻ ഡി സോർബിറ്റൻ മോണോ ഒലിയേറ്റ്. ഇതിൽ ഏതാണ് കാറ്റോണിക് സർഫക്റ്റൻസ് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ സ്യൂട്ടിക്സിന്റെ പോർഷൻസിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ നമുക്ക് ക്ലാസ് കേട്ടവർക്ക് അറിയാം ഏതാണ് ഇതിന്റെ ആൻസർ എന്ന്. ഓപ്ഷൻ ബി ആണ്, സെട്രിമൈഡ് ആണ് ഇതിന്റെ ആൻസർ. ഇനി നമുക്ക് അതിലെ ഓരോ ഓപ്ഷൻസ് എന്താണെന്ന് നോക്കാം. പോളിസോർബേറ്റ് 18. Polysorbate 18 is a non-ionic surfactant. It is not cationic in nature. It is often used as a chemical emulsifier and stabilizer in various products. അപ്പോൾ എമൽസിഫയറും സ്റ്റെബിലൈസറും ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗ് ആണ് എന്ത് പോളിസോർബേറ്റ് 18 എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ നോൺ അയോണിക് സർഫക്റ്റൻസ്. അപ്പൊ മേ ബി നെക്സ്റ്റ് നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഏതായിരിക്കാം?
Which of the following is considered as a non-ionic surfactants? അതിൽ പോളിസോർബേറ്റ് ഉണ്ടായിരിക്കും. അപ്പൊ പോളിസോർബേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് എ നോൺ-അയോണിക് സർഫക്റ്റന്റ് ആണ്. നോൺ-അയോണിക് ആയതുകൊണ്ട് തന്നെ അതെന്താണ്? ഒരിക്കലും കാറ്റയോണിക് അല്ല. ഇറ്റ് ഈസ് ഓഫൺ യൂസ്ഡ് ആസ് എ എമൾസിഫയർ ആൻഡ് എ സ്റ്റെബിലൈസർ. അപ്പൊ എമൾസിഫയർ എന്താണെന്ന് നമുക്കറിയാം. എമൽഷന്റെ പ്രൊഡക്ഷൻ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ എമഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഏത് ഫോർമുലേഷന്റെ പ്രൊഡക്ഷൻ യൂസ് ചെയ്യുന്ന ഒരു എന്താണ് ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് ആണ് എമൽസിഫയർ. അതുപോലെ വിച്ച് ഈസ് ഓൾസോ യൂസ്ഡ് ആസ് എ സ്റ്റെബിലൈസർ ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട് ഇൻ വേരിയസ് കോമ്പൗണ്ട്സ്. ആൻഡ് ദെൻ സെട്രിമൈഡ് ആണ് അത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. സെട്രിമൈഡ് ഈസ് എ കാറ്റയോണിക് സർഫക്റ്റൻസ്. അപ്പൊ നമുക്കറിയാം അമൈഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? കാറ്റയോണിക് നേച്ചർ ആയിരിക്കും. അതായത് അമൈഡ്സിന് നെഗറ്റീവ് ചാർജ് ആയിരിക്കുമല്ലോ. അപ്പൊ സെട്രിമൈഡ് എന്തായിരിക്കും? ആ ഒരു പോസിറ്റീവ് ചാർജ് തന്നെ ആയിരിക്കും. അത് കാറ്റയോണിക് നേച്ചർ ആയിരിക്കും. ഇറ്റ് ഇസ് കോമൺലി യൂസ്ഡ് ഇൻ ആന്റിസെപ്റ്റിക് ഫോർമുലേഷൻ ഡ്യൂ ടു ദ ബാക്ടീരിയസിഡൽ പ്രോപ്പർട്ടീസ്. ബാക്ടീരിയസിഡൽ പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ട് തന്നെ കാറ്റയോണിക് സർഫക്റ്റൻസ് ആയിട്ട് നമുക്ക് ആന്റിസെപ്റ്റിക് ഫോർമുലേഷൻസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രഗ് ഒരു കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂന്റ് ആണ് എന്ത്? സെട്രിമൈഡ് എന്ന് പറയുന്നത്. അപ്പൊ ഓപ്ഷൻ എ പോളിസോർബേറ്റ് നമ്മൾ പറഞ്ഞു നോൺ-അയോണിക് ആണ്. എമൽസിഫയറും സ്റ്റെബിലൈസറും ആയിട്ട് യൂസ് ചെയ്യും. സെട്രിമൈഡ് എന്ന് പറയുന്നത് കാറ്റയോണിക് സർഫക്റ്റൻസ് ആണ്. വിച്ച് ഈസ് യൂസ്ഡ് ഇൻ ആന്റിസെപ്റ്റിക് ഫോർമുലേഷൻ ഡ്യൂ ടു ദ ബാക്ടീരിയസിഡൽ പ്രോപ്പർട്ടീസ് ഓഫ് സെട്രിമൈഡ്. Then sodium dodecanate. Sodium dodecanate is the anionic surfactant. Anionic surfactants have negatively charged hydrophilic group. അതായത് ഹൈഡ്രോഫിലിക് ഗ്രൂപ്പിന് നെഗറ്റീവ്ലി ചാർജ് ഉള്ള ഡ്രഗ്സിനെയാണ് നമ്മൾ ആനിയോണിക് സർഫക്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് ഹൈഡ്രോഫിലിക് ഗ്രൂപ്പിന് എന്തായിരിക്കും? സോഡിയം ഡോഡെക്കനേറ്റിന്റെ ഹൈഡ്രോഫിലിക് ഗ്രൂപ്പ് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. അതായത് ഒരു എമൽസിഫിക്കേഷൻ ഒരു എന്താണ് സർഫക്റ്റൻസ് പ്രോപ്പർട്ടി തരുന്ന ഒരു ഡ്രഗ് ആ ഒരു പോർഷൻ ഉണ്ടല്ലോ അതെപ്പോഴും നെഗറ്റീവ് ചാർജ് ഉള്ളതാണ്. നമുക്കറിയാം സർഫക്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സർഫസ് ടെൻഷൻ കുറയ്ക്കാൻ യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ് സർഫക്റ്റൻസ് എന്ന് പറയുന്നത്. വെറ്റിംഗ് പ്രോപ്പർട്ടി ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ നമ്മൾ സ്യൂട്ടിക്സിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ സർഫക്റ്റൻസിൽ നമ്മുടെ ഹൈഡ്രോഫിലിക് ഗ്രൂപ്പ് ആണ് നമ്മൾ എന്താ സർഫക്റ്റൻസ് പ്രോപ്പർട്ടി തരുന്നത്. ഹൈഡ്രോഫിലിക് ഗ്രൂപ്പ് പോസിറ്റീവ് ആണെങ്കിൽ അത് എന്തായിരിക്കും? കാറ്റയോണിക് സർഫക്റ്റൻസ് ആയിരിക്കും. വിറ്റ് ഇസ് നെഗറ്റീവ് ആണെങ്കിൽ അത് ആനയോണിക് സർഫക്റ്റൻസ് ആയിരിക്കും. അതുപോലെ തന്നെ അത് ചാർജ്ഡ് അല്ലെങ്കിൽ എന്താണ്? നോൺ അയോണിക് സർഫക്റ്റൻസ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ സെട്രിമൈഡിന്റെ കാര്യം പറയുമ്പോൾ അതൊരു കാറ്റയോണിക് ആണ്. സോഡിയം ഡോഡെക്കനേറ്റ് അമൈഡ്സിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ എന്താണ്? അമൈഡ് അതിൽ കാറ്റയോണിക് പോർഷൻ ആണ് സർഫക്റ്റൻസ് പ്രോപ്പർട്ടി തരിക. സോഡിയം ഡോഡെക്കനേറ്റ് എന്ന് പറയുമ്പോൾ ആ ഡോഡെക്കനേറ്റ് എന്ന് പറയുന്ന പോർഷൻ ആയിരിക്കും എന്താണ് സർഫക്റ്റൻസ് പ്രോപ്പർട്ടി തരിക. അത് ആനയോണിക് നേച്ചർ ആണ്. ആൻഡ് ദെൻ സോർബിറ്റാൻ മോണോഅലിയേറ്റ് ഈസ് എ നോൺ അയോണിക് സർഫക്റ്റൻസ് ആണ്. നോട്ട് കാറ്റയോണിക്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ എമൽസിഫയർ ഇൻ ഫുഡ് ആൻഡ് കോസ്മെറ്റിക് പ്രോഡക്ട്സ്. എമൽസിഫയർ ഇൻ ഫുഡ് ആൻഡ് കോസ്മെറ്റിക് പ്രോഡക്റ്റ്. അപ്പൊ നമ്മൾ ഇവിടെ എന്താണ്? പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള കാറ്റയോണിക് പറഞ്ഞു, നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള ആനയോണിക് പറഞ്ഞു, ആൻഡ് ദെൻ നോൺ അയോണിക് ആയിട്ടുള്ളത് പറഞ്ഞു. അപ്പൊ പോസിറ്റീവ് ചാർജ് ഏതൊക്കെയാണ്? പോസിറ്റീവ് ചാർജ് കാറ്റയോണിക് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ സെട്രിമൈഡ് ഉണ്ട്. അതുപോലെ പോളിസോർബേറ്റ് 80 എന്ന് പറയുന്നത് നോൺ അയോണിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്. ആൻഡ് ദെൻ സോഡിയം ഡോഡെക്കനേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ആനയോണിക് സർഫക്റ്റൻസ് ആണ്. അതുപോലെ സോർബിറ്റാൻ മോണോഅലിയേറ്റ് എന്ന് പറയുന്നത് ഒരു ആനയോണിക് സർഫക്റ്റൻസ് ആണ്. അപ്പൊ നമ്മൾ സ്യൂട്ടിക്സിൽ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ തന്നെ ഒരു റിവിഷന് വേണ്ടി നമുക്ക് ഈ ക്വസ്റ്റ്യൻ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which type of mill is used for grinding sulfonamides drug? Sulfonamides drug ന്റെ ഗ്രൈൻഡിങ്ങിന് യൂസ് ചെയ്യുന്ന മിൽ ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ മില്ലുകളുടെ കാര്യമൊക്കെ നമ്മൾ സ്യൂട്ടിക്സിൽ പഠിച്ചതാണ്. ഓക്കെ, ഓപ്ഷൻ എ ബോൾ മിൽ, ഓപ്ഷൻ ബി കട്ടർ മിൽ, ഓപ്ഷൻ സി ഹാമർ മിൽ, ഓപ്ഷൻ ഡി ഫ്ലൂയിഡ് എനർജി മിൽ. വിച്ച് ടൈപ്പ് ഓഫ് മിൽ ഈസ് യൂസ്ഡ് ഫോർ ഗ്രൈൻഡിങ് സൾഫണമൈഡ് ഡ്രഗ്സ്? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നമ്മുടെ സൾഫണമൈഡ് എന്ന് പറയുന്ന ഒരു ടേമാണ്. സൾഫണമൈഡ് ഡ്രഗിനെ ഗ്രൈൻഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡ്രഗ് അല്ലെങ്കിൽ ഒരു മില്ല് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ബോൾ മിൽ, ഓപ്ഷൻ ബി കട്ടർ മിൽ, ഓപ്ഷൻ സി ഹാമർ മിൽ, ഓപ്ഷൻ ഡി ഫ്ലൂയിഡ് എനർജി മിൽ. അപ്പൊ ഇതിന്റെ ഓരോ പേര് തന്നെ അതിന് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ബോൾ മില്ലുകൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്കറിയാം. കട്ടർ മില്ല് എന്ന് പറയുമ്പോൾ കട്ട് ചെയ്യുന്നതാണ്. ഹാമർ മില്ല് എന്ന് പറയുമ്പോൾ എന്താണ്? ഹാമർ എന്ന് പറഞ്ഞ ഫോഴ്സ് യൂസ് ചെയ്തിട്ട് ഗ്രൈൻഡ് ചെയ്യുന്നതാണ്. ആൻഡ് ദെൻ ഫ്ലൂയിഡ് എനർജി മില്ല് എന്ന് പറയുന്നത് ഫ്ലൂയിഡ് എനർജി പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്നതാണ് ഫ്ലൂയിഡ് എനർജി മില്ല്. ഇതൊക്കെ നമ്മൾ സ്യൂട്ടിക്സിൽ പഠിച്ച കാര്യങ്ങളാണ്. അപ്പോ ഓപ്ഷൻ ഡി ഫ്ലൂയിഡ് എനർജി മില്ലാണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ഫ്ലൂയിഡ് എനർജി മിൽ ഈസ് യൂസ്ഡ് ഫോർ ഗ്രൈൻഡിങ് സൾഫണമൈഡ് ഡ്രഗ്സ്. സൾഫണമൈഡ് ഡ്രഗ്സിനെ ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മില്ലാണ് എന്ത്? ഫ്ലൂയിഡ് എനർജി മിൽ എന്ന് പറയുന്നത്. ഓക്കെ,
അതിന്റെ explanation. Ball mill are commonly used for grinding and mixing of material but may not be specifically designed for grinding of sulfonamides. Sulfonamides grinding യൂസ് ചെയ്യാത്ത ഒരു എന്താണ് ഒരു മില്ലാണ് എന്ത് നമ്മുടെ ബോൾ മിൽ എന്ന് പറയുന്നത്. ബോൾ മില്ല് മെയിൻലി യൂസ് ചെയ്യുന്നത് ഗ്രൈൻഡിങ്ങിനും മിക്സിങ്ങിനും വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ ഓർത്ത് വെച്ചിരിക്കേണ്ടത് ഗ്രൈൻഡിങ് ആൻഡ് മിക്സിംഗ് ആണ്. ഗ്രൈൻഡിങ്ങിനും മിക്സിങ്ങിനും യൂസ് ചെയ്യുന്ന ഒരു മില്ലാണ് എന്ത് ബോൾ മിൽ എന്ന് പറയുന്നത്. Then cutter mill is involved in cutting operation rather than grinding. They are used for size reduction of various material through cutting and shearing activities. അപ്പൊ നമുക്കറിയാം ഗ്രൈൻഡിങ്ങിന് യൂസ് ചെയ്യുന്നത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഗ്രൈൻഡിങ്ങിന് മിക്സിങ്ങിന് യൂസ് ചെയ്യുന്നതാണ് ബോൾ മിൽ, പക്ഷെ അത് സൾഫോണമൈഡ്സിന് യൂസ് ചെയ്യാറില്ല. കട്ടർ മിൽ എന്ന് പറയുമ്പോൾ കട്ടിങ്, ആ ഒരു പേര് കേൾക്കുമ്പോൾ നമുക്കറിയാം കട്ടിങ്ങിന് യൂസ് ചെയ്യുന്നതാണ്. സൈസ് റിഡക്ഷൻ ആണ് അവിടെ ഗ്രൈൻഡിങ് യൂസ് ചെയ്യുന്നത്. അപ്പൊ തന്നെ നമുക്ക് ആ ഒരു ഓപ്ഷൻ എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് ദെൻ hammer mill is suitable for grinding material into fine particle but they are not ideal choice for grinding sulfonamide drugs. അതായത് മെക്കാനിസം എന്ന് പറയുന്നത് ഗ്രൈൻഡിങ് തന്നെയാണെങ്കിലും സൾഫോണമൈഡ് ഡ്രഗ്സിന് ഒരിക്കലും എന്താണ് നമ്മുടെ ബോൾ മില്ലും ഹാമർ മില്ലും യൂസ് ചെയ്യാറില്ല. കട്ടർ മില്ല് എന്താണ് ഒരിക്കലും ഗ്രൈൻഡ് ചെയ്യുന്ന ഒരു മില്ലല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. ആൻഡ് ദെൻ ഓപ്ഷൻ ഡി, ഫ്ലൂയിഡ് എനർജി മിൽ. ദിസ് ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ. ദ ഫ്ലൂയിഡ് എനർജി മിൽ such as jet mill often used for grinding sulfonamide drugs. These mill use high velocity jet for compressed air or gas to impact particle resulting fine powder production. ഇപ്പൊ ഫൈൻ പൗഡർ പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലൂയിഡ് എനർജി മിൽ എന്ന് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്താണ് ഹാമർ യൂസ് ചെയ്യോ അതുപോലെ ബോൾ യൂസ് ചെയ്യോ കട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യോ ഒന്നും ചെയ്യുന്നില്ല. ഇവിടെ യൂസ് ചെയ്യുന്നത് എന്താണ് ഹൈ വെലോസിറ്റി ജെറ്റ് ഓഫ് കംപ്രസ്ഡ് എയർ ഓർ ഗ്യാസ്, കംപ്രസ്ഡ് എയറിന്റെയോ ഗ്യാസിന്റെയോ ഒരു ഹൈ വെലോസിറ്റി ജെറ്റ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുക, സൈസ് റിഡക്ഷൻ ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾ ആണ് ജെറ്റ് മിൽ എന്ന് പറയുന്നത്. ഇതാണ് എന്ത് സൾഫോണമൈഡ് ഡ്രഗ്സിന്റെ സൈസ് റിഡക്ഷൻ അല്ലെങ്കിൽ ഗ്രൈൻഡിങ്ങിന് യൂസ് ചെയ്യുന്നത്. And then mail order business, next question ആണ്, 8th question ആണ്. Mail order business is option A wholesale trade, option B retail trade, option D direct selling trade and option D retail trade. അപ്പൊ മെയിൽ ഓർഡർ ബിസിനസ് എന്ന് പറയാം. അപ്പം ഡിഫറെന്റ് എന്താണ് നമ്മുടെ പേഷ്യന്റ് അപ്രോച്ചിങ് ടെക്നിക്കുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഉള്ള ഒരു ടോപ്പിക്കാണിത്. അതിൽ നിന്ന് വന്നൊരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ നമുക്കറിയാം ഏതൊക്കെ രീതിയിലാണ് നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിനെ അപ്രോച്ച് ചെയ്യേണ്ടതും അതുപോലെ ഡയറക്റ്റ് സെല്ലിംഗ് മെത്തേഡും പേഴ്സണൽ കോൺടാക്ട് മെത്തേഡ് അങ്ങനെ പലതരം ടോപ്പിക്കുകൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതിൽ ആ ഒരു പോർഷനിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ മെയിൽ ഓർഡർ ബിസിനസ് എന്ന് പറയുന്നത് ഏത് മെത്തേഡ് ഓഫ് സെല്ലിംഗ് ആണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ഹോൾസെയിൽ ട്രേഡ്, ഓപ്ഷൻ ബി റീറ്റെയിൽ ട്രേഡ് ബൈ പോസ്റ്റ്, ഓപ്ഷൻ സി ഡയറക്റ്റ് സെല്ലിംഗ് ട്രേഡ് ആൻഡ് ഓപ്ഷൻ ഡി റീറ്റെയിൽ ട്രേഡ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ്. ഫാർമസി പഠിച്ചിട്ടുള്ളവരാണ് നമ്മൾ. ഓപ്ഷൻ ബി ആണ് റീറ്റെയിൽ ട്രേഡ് ബൈ പോസ്റ്റ്. അപ്പോ അതിൽ ഓരോ ഓപ്ഷൻസ് എന്താണെന്ന് നോക്കാം. കൂടുതൽ നമ്മുടെ ആൻസർ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. Option A, wholesale trade involves selling good in large quantities to the retailer or other business, not directly to the customer. അപ്പൊ നമുക്കറിയാം ഹോൾസെയിൽ ആയിട്ട് സാധനങ്ങൾ എടുക്കുന്നത് ഒരിക്കലും കസ്റ്റമേഴ്സ് അല്ല. അതുകൊണ്ട് തന്നെ അതെന്ത് ചെയ്യാം, വിച്ച് ഇസ് ഡയറക്ട്ലി സെൽ ടു ആർക്കാണ്, കസ്റ്റമേഴ്സിന് സെൽ ചെയ്യുന്ന കാര്യമാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മുടെ ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫാർമസിസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്, നമ്മുടെ മാനേജ്മെന്റിൽ നമുക്ക് പഠിക്കാനുള്ളത് ഡ്രഗുകൾ എങ്ങനെ കസ്റ്റമേഴ്സിന് സെൽ ചെയ്യാന്നാണ്. അപ്പൊ ഹോൾസെയിൽ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം അതിൽ കുറെ ക്രെഡിറ്റുകളുടെ കാര്യവും റീറ്റെയിലർ ഹോൾസെയിലിന് കൊടുക്കുന്ന കൺസ്യൂമേഴ്സ് കൊടുക്കുന്ന ക്രെഡിറ്റ് എങ്ങനെയാണ്, ഹോൾസെയിലേഴ്സ് റീറ്റെയിലേഴ്സിന് കൊടുക്കുന്ന ക്രെഡിറ്റ് എങ്ങനെയാണ്, പിന്നെ ഫാർമസിയുടെ ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയാണ്, അതിന്റെ റിക്വയർഡ് ഏരിയ എങ്ങനെയാണ്, ഇങ്ങനെ നമുക്ക് കുറെ പോർഷൻസ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് മെയിൽ ഓർഡർ ബിസിനസ് എന്ന് പറയുന്ന ഏത് കാറ്റഗറി ആണെന്നാണ്. അപ്പൊ ഹോൾസെയിൽ ട്രേഡ് അല്ല. ഹോൾസെയിൽ ട്രേഡ് എന്ന് പറയുന്നത് ഹോൾസെയിലേഴ്സ് റീറ്റെയിലേഴ്സിന് അതല്ല അതർ ബിസിനസ്മാനിന് കൊടുക്കുന്ന ഒരു ട്രേഡ് ആണിത്. ഇത് നമ്മുടെ ആൻസർ അല്ല. ആൻഡ് ദെൻ റീറ്റെയിൽ ട്രേഡ് ബൈ പോസ്റ്റ്. ഇപ്പൊ മെയിൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്, റീറ്റെയിൽ ട്രേഡ് ബൈ പോസ്റ്റ് ആണ്. പോസ്റ്റ് വഴിയല്ലേ നമുക്ക് മെയിലൊക്കെ കിട്ടുന്നത്, അങ്ങനെ ഓർത്ത് വെച്ചിരുന്നാൽ മതി. അപ്പോ retail trade by post referred to as a sale of good to the customers through mail, typically involve catalog or online orders. Online orders അല്ലെങ്കിൽ കാറ്റലോഗ് വഴി കസ്റ്റമേഴ്സിന് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു മെത്തേഡ് ആണത് റീറ്റെയിൽ ട്രേഡ് ബൈ പോസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദെൻ ഡയറക്റ്റ് സെല്ലിംഗ് ട്രേഡ്. It involves selling product directly to the customer, offered through the independent sale representative or ഡയറക്റ്റ് സെയിൽ ഫോഴ്സ്. അതായത് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെയൊക്കെ വീടുകളിൽ
സെല് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ വരില്ലേ, സെയിൽസ് റെപ്രസെന്റേറ്റീവ്സ് ഒക്കെ വരത്തില്ലേ, അങ്ങനെയുള്ള മെത്തേഡാണ് എന്ത് ഡയറക്റ്റ് സെല്ലിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ ക്ലാസ് ഡീറ്റെയിൽ ആയിട്ട് എഡ്യൂസിൽ എടുത്തിട്ടുള്ളതാണ്. ഓക്കെ, ആൻഡ് ദെൻ റീറ്റെയിൽ ട്രേഡ് ബൈ പോസ്റ്റ് എന്ന് പറയുന്നത് സെയിൽ ഓഫ് ഗുഡ് കസ്റ്റമേഴ്സ് ത്രൂ ദ മെയിൽ ആണ്, ടിപ്പിക്കലി ഇൻവോൾവിംഗ് കാറ്റലോഗ് ഓർ ഓൺലൈൻ ട്രേഡ്. അതാണ് നമ്മുടെ ആൻസർ. ഡയറക്റ്റ് സെല്ലിംഗ് ട്രേഡ് എന്ന് പറയുന്നത് എന്താണ്? സെല്ലിംഗ് പ്രോഡക്റ്റ് ഡയറക്ട്ലി ടു ദ കസ്റ്റമേഴ്സ് ആണ് ത്രൂ സെയിൽസ് റെപ്രസെന്റേറ്റീവ് അല്ലെങ്കിൽ സെയിൽസ് ഫോഴ്സ്. ദെൻ റീറ്റെയിൽ ട്രേഡ് ഇൻവോൾവ് സെല്ലിംഗ് ഓഫ് ഫുഡ് ഡയറക്ട്ലി ടു ദ കസ്റ്റമേഴ്സ് ഇൻ എ സ്മാൾ ക്വാണ്ടിറ്റീസ് ഫോർ പേഴ്സണൽ യൂസ്. റീറ്റെയിൽ സെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മെഡിക്കൽ സ്റ്റോറിലൊക്കെ, നമ്മുടെ ഫാർമസിയിലൊക്കെ യൂഷ്വലി ചെയ്യുന്ന കാര്യം തന്നെയാണ്. ആവശ്യത്തിന് പേഴ്സണൽ യൂസിന് വേണ്ട ക്വാണ്ടിറ്റീസ് മാത്രം സപ്ലൈ ചെയ്യുന്നതാണ് എന്ത് റീറ്റെയിൽ ട്രേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദെൻ next question, which drug is used for the detection of boric acid? Boric acid detection യൂസ് ചെയ്യുന്ന ഡ്രഗ് ഏതാണ്? ഓപ്ഷൻ എ turmeric, ഓപ്ഷൻ ബി benzoin, ഓപ്ഷൻ സി tolubalsam ആൻഡ് ഓപ്ഷൻ ഡി മിർ. ഇപ്പൊ നമ്മള് കോഗ്നോസിൽ പറഞ്ഞപ്പോ ജസ്റ്റ് നമ്മള് ഒരു എന്താണ് ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ ആയിട്ട് പറഞ്ഞ ഒരു കാര്യമാണിത്. ഓപ്ഷൻ എന്താണ്? വിച്ച് ഓഫ് ദ ഡ്രഗ് ഈസ് യൂസ്ഡ് ഫോർ ബോറിക് ആസിഡ് ഡിറ്റക്ഷൻ? ബോറിക് ആസിഡ് ഡിറ്റക്ഷൻ യൂസ് ചെയ്യുന്ന ഡ്രഗ് ഏതാണ്? ഓപ്ഷൻ എ turmeric, ഓപ്ഷൻ ബി benzoin, ഓപ്ഷൻ ഡി tolubalsam ആൻഡ് ഓപ്ഷൻ ഡി മിർ. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, turmeric ആണ്. turmeric യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ബോറിക് ആസിഡ് ഡിറ്റക്ഷൻ ചെയ്യുന്നത്. അപ്പൊ ബോറിക് ആസിഡ് ഡിറ്റക്ഷൻ യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗ് ആണ് എന്ത് turmeric എന്ന് പറയുന്നത്. ഓക്കെ, a strong dog poison is. Next question, a strong dog poison. Dog poison ആയിട്ടുള്ള ഒരു strong dog poison ഏതാണ്? ഓപ്ഷൻ എ ബ്രൂസിൻ, ഓപ്ഷൻ ബി സ്ട്രിച്ചിനിൻ, ഓപ്ഷൻ സി എഫിഡ്രിൻ, ഓപ്ഷൻ ഡി ഹയോസമിൻ. അപ്പൊ ഓപ്ഷൻ ബി ആണ്, സ്ട്രിച്ചിനിൻ ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോ സ്ട്രോങ് ഡോഗ് പോയിസൺ, താഴെ തന്നിട്ടുള്ള ഡ്രഗുകൾ ഒരു സ്ട്രോങ് ഡോഗ് പോയിസൺ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ബ്രൂസിൻ, ഓപ്ഷൻ ബി സ്ട്രിച്ചിനിൻ ആൻഡ് ദെൻ ഓപ്ഷൻ C ephedrine, option D hyoscine. Brucin is an alkaloid found in certain plants but it's not typically known as a strong dog poison. അപ്പൊ ബ്രൂസിൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ആൽക്കലോയിഡൽ കോമ്പൗണ്ട് തന്നെയാണ്, പക്ഷെ അതെന്താണ് ഒരു ഡോഗ് പോയിസൺ എന്ന കാറ്റഗറിയിൽ വരുന്നില്ല. ആൻഡ് ദെൻ ഓപ്ഷൻ സിയുടെ കാര്യമാണ് പറയുന്നത് എഫിഡ്രിൻ. എഫിഡ്രിൻ is a medication used for various purpose including the decongestion and bronchodilation. nasal decongestion ഒക്കെ ട്രീറ്റ് ചെയ്യുന്നതും ബ്രോങ്കോ ഡയലേഷന് വേണ്ടി ട്രീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഡ്രഗാണ്. ഇറ്റ് ഈസ് നോട്ട് commonly recognized as a dog poison. എഫിഡ്രിൻ എന്ന് പറയുന്നത് നമ്മുടെ എഫിഡ്ര ജെറാഡിയാന എന്ന് പറയുന്ന ഡ്രഗിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പ്ലാന്റിൽ നിന്ന് കിട്ടുന്ന എഫിഡ്രിൻ ഒന്നും ഒരിക്കലും ഡോഗ് പോയിസൺ അല്ല. അത് നമുക്കറിയാം, നമ്മുടെ ബ്രോങ്കോ ഡയലേറ്റർ ആയിട്ടും നേസൽ ഡീകൺജസ്റ്റന്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗ് ആണ്. ഓക്കെ, വിച്ച് ഈസ് നോട്ട് റിലേറ്റഡ് ടു എന്താണ് സ്ട്രോങ് ഡോഗ് പോയിസൺ. ആൻഡ് ദെൻ ഓപ്ഷൻ ബി സ്ട്രിച്ചിനിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹൈലി ടോക്സിക് ആൽക്കലോയിഡ്സ് ആൻഡ് പൊട്ടന്റ് പോയിസൺ. ഇറ്റ് ക്യാൻ ബി ലീതൽ ടു ഡോഗ് ആൻഡ് അതർ അനിമൽസ് കോസിംഗ് കൺവൾഷൻസ് ആൻഡ് റെസ്പിറേറ്ററി ഫെയിലിയർ. അപ്പൊ സ്ട്രിച്ചിനിൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ട്രോങ് ഡോഗ് പോയിസൺ ആണ്. ഡോഗിനും മറ്റുള്ള അനിമൽസിനൊക്കെ ലീത്തൽ ആയിട്ടുള്ള ഒരു ഡ്രഗ് ആണ് എന്ത് സ്ട്രിച്ചിനിൻ എന്ന് പറയുന്നത്. കൺവൾഷൻസും റെസ്പിറേറ്ററി ഫെയിലിയേഴ്സും ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് എന്ത് ഈ അനിമലിന്റെ ഡെത്തിന് ഇത് കാരണമാകുന്നത്. അപ്പൊ സ്ട്രിച്ചിനിൻ ആണ് എന്ത് സ്ട്രോങ് ഡോഗ് പോയിസൺ. ദെൻ ഹയോസമീൻ is an alkaloid found in the plants like belladonna. While it can be toxic, it is not commonly considered as a strong dog poison compared to strychnine. അപ്പൊ ഹയോസമീൻ എന്ന് പറയുന്നത് നമ്മുടെ ബെലഡോണയിൽ കാണപ്പെടുന്ന ഒരു ഡ്രഗ് തന്നെയാണ്, പക്ഷെ അത് ടോക്സിക് ആണെങ്കിലും സ്ട്രോങ് ഡോഗ് പോയിസൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്ട്രോങ് ഡോഗ് പോയിസൺ എന്ന് അറിയപ്പെടുന്ന ഏതാണ്? സ്ട്രിച്ചിനിൻ തന്നെയാണ്. അപ്പൊ ഹയോസമീൻ എന്ന് പറയുന്ന ഒരു പോയിസണസ് സബ്സ്റ്റൻസ് ആണെങ്കിലും നമ്മുടെ ക്വസ്റ്റ്യനുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ എന്താണ്? സ്ട്രിച്ചിനിൻ ആണ് കറക്റ്റ് ആൻസർ. Then the ability of a firm to meet its current liability is measured by. The ability of a firm to meet its current liability is measured by. അതായത് ഒരു ഫേമിന്റെ കറണ്ട് ലയബിലിറ്റിയെ എന്താണ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ മീറ്റ് ചെയ്യാനുള്ള ഒരു ഫേമിന്റെ എബിലിറ്റിയെ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ എ സോൾവൻസി റേഷ്യോ, ഓപ്ഷൻ ബി ലിക്വിഡിറ്റി റേഷ്യോ ആൻഡ് ഓപ്ഷൻ സി പ്രോഫിറ്റബിലിറ്റി റേഷ്യോ, ഓപ്ഷൻ ഡി ആക്ടിവിറ്റി റേഷ്യോ. അപ്പൊ ഇതിന്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ലാക്വിഡിറ്റി റേഷ്യോ എന്നാണ് പറയുന്നത്. ലിക്വിഡിറ്റി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ദ ability of a firm to meet its current liability is measured by liquidity ratio. The solvency ratio എന്ന് പറഞ്ഞാൽ എന്താണ്? It measures as the firm's ability to meet its long-term obligations. It assesses the company's financial risk and its capacity to fulfill its long-term debt commitments. അതായത് സോൾവൻസി റേഷ്യോ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ
പഠിച്ചിരിക്കേണ്ട അതിൽ കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടെ ഇറങ്ങി പഠിക്കേണ്ട ടോപ്പിക്കുകളുണ്ട്. അപ്പൊ അതിനകത്ത് കുറച്ചും കൂടെ ഇങ്ങനെയുള്ള ടോപ്പിക്സ് ഒക്കെ ചിലയിടത്ത് റയർ ആയിട്ട് അതൊരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറഞ്ഞ രീതിയിൽ ചോദിച്ചുകൊണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണിത്. അപ്പൊ ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്താൽ മാത്രമേ ഇങ്ങനെയും നമ്മൾ അല്ലെങ്കിൽ ഈ ഒരു ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഇറങ്ങി പഠിക്കണമെന്ന് നമുക്കറിയാം. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ജൂറിസ്പ്രുഡൻസിലൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓരോ ലാ എങ്ങനെയാണ്, അത് പാസ് ഔട്ട് ആയ ഇയർ എങ്ങനെയാണ്, അതിന്റെ ഓരോ ലോസിന്റെയും കണ്ടന്റ്സ് എന്തൊക്കെയാണ്, അത് ഓരോന്നും എന്തൊക്കെയാണ്, അതിന്റെ ഒബ്ലിഗേഷൻസ് വന്നാൽ അതിന്റെ പണിഷ്മെന്റ്സ് പെനാൽറ്റി എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് പറഞ്ഞു. പക്ഷെ നമുക്ക് കഴിഞ്ഞ 2022 ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ചോപ്ര കമ്മിറ്റിയും ബോർ കമ്മിറ്റിയും ഒക്കെ അവിടെ വന്നില്ലേ. അപ്പൊ അങ്ങനെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കുറച്ചും കൂടെ വാസ്റ്റ് ആയിട്ട് പഠിച്ചാൽ മാത്രം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസും കൂടെ PSC ഇപ്പൊ ചോദിച്ചു കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്? The ability of a firm to meet its current liability is measured by. Current liability meet ചെയ്യാനുള്ള ഒരു ഫേമിന്റെ എബിലിറ്റിയെ ഏത് പേരിലാണ് അറിയപ്പെടുന്നതാണ് ചോദിക്കുന്നത്. അപ്പൊ ഓപ്ഷൻ എ സോൾവൻസി റേഷ്യോ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. മേ ബി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുന്നത് സോൾവൻസി റേഷ്യോ എന്താണെന്നായിരിക്കും. അപ്പോൾ ദ സോൾവൻസി റേഷ്യോ മെഷേഴ്സ് ദ ഫേംസ് എബിലിറ്റി ടു മീറ്റ് ഇറ്റ്സ് ലോങ് ടേം ഒബ്ലിഗേഷൻസ്. ഇറ്റ് അസസ് ദ കമ്പനീസ് ഫൈനാൻഷ്യൽ റിസ്ക് ആൻഡ് ഇറ്റ്സ് കപ്പാസിറ്റി ടു ഫുൾഫിൽ ലോങ് ടേം ഡെപ്റ്റ് കമ്മിറ്റ്മെന്റ്സ്. അതായത് ലോങ് ടേം ഒബ്ലിഗേഷൻസ്, അതായത് ലോങ് ടേം ആയിട്ട് നമ്മൾ എവിടെന്നെങ്കിലും ഡെപ്റ്റ് എടുക്കുകയോ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ സ്വീകരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ കമ്പനിയുടെ ഫൈനാൻഷ്യൽ റിസ്ക് എന്താണെന്നും ആ കമ്പനിയുടെ കപ്പാസിറ്റി ടു ഫുൾഫിൽ ദ ഡെപ്റ്റ് കമ്മിറ്റ്മെന്റ്, അതായത് കടം വാങ്ങിയതിന് കറക്റ്റ് പലിശ കൊടുക്കാന്ന് പറയുന്ന ആ ഒരു ഡെപ്റ്റ് കമ്മിറ്റ്മെന്റ്സിനെ ഫുൾഫിൽ ചെയ്യാനുള്ള ആ കമ്പനിയുടെ എബിലിറ്റിയെ മെഷർ ചെയ്യാനാണ് നമ്മൾ സോൾവൻസി റേഷ്യോ എന്ന് പറയുന്ന ഒരു ടേം യൂസ് ചെയ്യുന്നത്. അതായത് ഫേംസ് എബിലിറ്റി ടു മീറ്റ് ലോങ് ടേം ഫൈനാൻഷ്യൽ ഒബ്ലിഗേഷൻ, നമ്മുടെ കമ്പനിയുടെ ലോങ് ടേം ഒബ്ലിഗേഷനെ മീറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി എന്താണെന്നാണ് സോൾവൻസി റേഷ്യോ. അതായത് ഡെപ്റ്റ് കമ്മിറ്റ്മെന്റ്സിനെയും ഫൈനാൻഷ്യൽ റിസ്കിനെയും എങ്ങനെ കമ്പനി തരണം ചെയ്യുന്നു, അല്ലെങ്കിൽ ലോങ് ടേം ആയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ റിസ്കിനെ കമ്പനിക്ക് എങ്ങനെ മീറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ സോൾവൻസി റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലോങ് ടേം ഫൈനാൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോൾവൻസി റേഷ്യോ ആണ്. മേ ബി ക്വസ്റ്റ്യൻസിൽ ലോങ് ടേം ഫൈനാൻഷ്യൽ റിസ്ക് അസസ്മെന്റ് ഒക്കെ ചെയ്യുന്നത് എങ്ങനെയാണ്? സോൾവൻസി റേഷ്യോ ഉപയോഗിച്ചത്. ആൻഡ് ദെൻ ലിക്വിഡിറ്റി റേഷ്യോ, ഇറ്റ് മെഷേഴ്സ് ദ ഫേംസ് എബിലിറ്റി ടു മീറ്റ് ഷോർട്ട് ടേം ഒബ്ലിഗേഷൻ. അപ്പൊ കറണ്ട് ലയബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഷോർട്ട് ടേം ആണ്. നമുക്കറിയാം ഇന്നത്തെ അറ്റ് പ്രസന്റ് എന്താണ് സംഭവിക്കുന്നത് എന്നാണ് കറണ്ട് സ്റ്റാറ്റസ് യൂസ് ചെയ്യുന്നത്. അതെന്താണ്? ഷോർട്ട് ടേം ഒബ്ലിഗേഷൻ ആണ്. ഇറ്റ് ഈസ് ആക്സസ് ദ കമ്പനീസ് എബിലിറ്റി ടു കവർ ഇറ്റ്സ് ഇമ്മീഡിയറ്റ് ഫൈനാൻഷ്യൽ നീഡ്സ് വിത്ത് ലിക്വിഡ് അസറ്റ്സ്. അതായത് നമ്മുടെ കയ്യിലുള്ള ലിക്വിഡ് അസറ്റ്സ് യൂസ് ചെയ്തിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ റിസ്ക് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഒബ്ലിഗേഷൻസിനെ നമുക്ക് എങ്ങനെ തരണം ചെയ്യാമെന്നാണ് ലിക്വിഡിറ്റി റേഷ്യോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, then profitability ratio, it assesses the firm's ability to generate profit relative its revenue, assets, equity and other financial metrics. It focuses the overall profitability of the company. അപ്പൊ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ, അപ്പൊ ആ ഒരു ടേം വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം കമ്പനിയുടെ പ്രോഫിറ്റ് എന്താണെന്നാണ് അതിലൂടെ കണ്ടുപിടിക്കും. It assesses the firm's ability to generate profit related to its revenue, assets and equity and other financial metrics. മറ്റ് ഫൈനാൻഷ്യൽ മെട്രിക്സുകൾ, അതായത് റവന്യൂ, അസറ്റ്, ഇക്വിറ്റി, അതുപോലെ ഫൈനാൻഷ്യൽ മെട്രിക്സ് യൂസ് ചെയ്തിട്ട് ഓവറോൾ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ കമ്പനി ആണെന്ന് പ്രോഫിറ്റബിലിറ്റി റേഷ്യോയിലൂടെ കണ്ടുപിടിക്കുന്നത്. ആൻഡ് ദെൻ ആക്ടിവിറ്റി റേഷ്യോ, ഇറ്റ് മെഷേഴ്സ് ഹൗ എഫിഷ്യന്റ്ലി ദ കമ്പനി യൂസ് ഇറ്റ്സ് അസറ്റ് ടു ജനറേറ്റ് സെയിൽസ് ഓഫ് റവന്യൂ. It assesses the effectiveness of a company to asset management. അതായത് ആക്ടിവിറ്റി റേഷ്യോ എന്ന് പറയുന്നത് ആ കമ്പനിയുടെ ആക്ടിവിറ്റികളെ പറ്റി പഠിക്കാനാണ്, അല്ലെങ്കിൽ ആക്ടിവിറ്റികളെയാണ് ആക്ടിവിറ്റി റേഷ്യോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഹൗ എഫിഷ്യന്റ്ലി ദ കമ്പനി യൂസ് ഇറ്റ്സ് അസറ്റ് ടു ജനറേറ്റ് റവന്യൂ അല്ലെങ്കിൽ സെയിൽ. അപ്പൊ റവന്യൂ അല്ലെങ്കിൽ സെയിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കമ്പനിയുടെ അസറ്റ്സ് എങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നത്. അത് കമ്പനിയുടെ ആക്ടിവിറ്റി എന്താണ്? പ്രോഫിറ്റ് അല്ലെങ്കിൽ റവന്യൂ നേടിയെടുക്കുക എന്നുള്ളതാണ്. ആ ഒരു എബിലിറ്റിയാണ് ആക്ടിവിറ്റി റേഷ്യോ എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് കുറച്ച് ന്യൂ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ സോൾവൻസി റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോങ് ടേം ഫൈനാൻഷ്യൽ ക്രൈസിസിനെ കമ്പനി എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്ന് പഠിക്കുന്നു. ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ കറണ്ട് ലയബിലിറ്റിയെ കമ്പനി എങ്ങനെ മാനേജ് ചെയ്യുന്നു. ആൻഡ് ദെൻ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? റവന്യൂ, അസറ്റ്സ്, ഇക്വിറ്റി ഒക്കെ യൂസ് ചെയ്തിട്ട് എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും, പ്രോഫിറ്റബിലിറ്റി എത്രത്തോളം ആണെന്ന് കണ്ടുപിടിക്കുന്നതാണ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ. ആൻഡ് ദെൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത് സെയിൽസ്, റവന്യൂ ഉണ്ടാക്കാൻ വേണ്ടി കമ്പനി എങ്ങനെ മറ്റേടത്ത് നമ്മുടെ പ്രോഫിറ്റബിലിറ്റിയിൽ എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നെങ്കിൽ ആക്ടിവിറ്റിയിൽ എങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the drugs which increase a respiratory tract fluid is called.
റെസ്പിറേറ്ററി ട്രാക്ട് ഫ്ലൂയിഡിനെ ഇൻക്രീസ് ചെയ്യുന്ന ഡ്രഗ് ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ എ എക്സ്പെക്ടോറന്റ്, ഓപ്ഷൻ ബി ലിങ്ടസ്, ഓപ്ഷൻ സി ലാക്സേറ്റീവ് ആൻഡ് ഓപ്ഷൻ ഡി സിറപ്സ്. ഏതാണ്? ഓപ്ഷൻ എ ആണ്, എക്സ്പെക്ടോറന്റ് ആണ്. നമുക്കറിയാം, നമ്മളിത് കെമിസ്ട്രിയിലും നമ്മുടെ കോളേജിലും ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച കാര്യമാണ്. അപ്പോൾ എന്താണെന്ന് നോക്കാം. Expectorant, the drugs that increase respiratory tract fluids, helping and loosen the mucus, making it easier to cough up. നമുക്കറിയാം എക്സ്പെക്ടോറന്റ്, എക്സ്പെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ കെട്ടിക്കിടക്കുന്ന മ്യൂക്കസിനെ പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഡ്രഗാണ് എന്ത്? എക്സ്പെക്ടോറന്റ് എന്ന് പറയുന്നത്. അത് ഇറിറ്റന്റ് ടൈപ്പ്, സ്റ്റിമുലന്റ് ടൈപ്പ്, അങ്ങനെ പല ടൈപ്പിലൊക്കെ നമ്മൾ കെമിസ്ട്രിയൽ ക്ലാസിഫിക്കേഷൻ പഠിച്ചതാണ്. അപ്പൊ എക്സ്പെക്ടോറന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെസ്പിറേറ്ററി ട്രാക്ട് ഫ്ലൂയിഡിനെ സെക്രീഷൻ ഇൻക്രീസ് ചെയ്യുന്ന ഡ്രഗ്സ് ആണ്, വിച്ച് ഹെൽപ് ടു ലൂസൻ ദ മ്യൂക്കസ് ആൻഡ് മേക്ക് ഈസിയർ ടു കഫ് അപ്പ്. ദെൻ ലിങ്ടസ് എന്ന് പറയുന്നത്, ലിങ്ടസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ലിക്വിഡ് പ്രിപ്പറേഷൻ യൂസ്ഡ് ഫോർ കഫ് റിലീഫ്. ദേ മേ ബി കണ്ടെയ്ൻ എക്സ്പെക്ടോറന്റ് ആൻഡ് അതർ കഫ് സപ്രസന്റ് ഇൻഗ്രീഡിയൻസ്. അതായത് ലിങ്ടസ് എന്ന് പറയുന്നത് കഫ് സപ്രസന്റ്, അതായത് നമ്മൾ ചുമയുടെ മരുന്നില്ലേ, അപ്പൊ ആ കഫ് റിലീഫിന് വേണ്ടി, അതായത് ചുമ കുറയ്ക്കാൻ വേണ്ടി കൊടുക്കുന്ന അല്ലെങ്കിൽ കഫ് കുറയ്ക്കാൻ വേണ്ടി കൊടുക്കുന്ന ഡ്രഗ്സ് ആണ് എന്ത്? ലിങ്ടസസ് എന്ന് പറയുന്നത്. അത് അതിനകത്ത് എക്സ്പെക്ടോറന്റും കഫ് സപ്രസൻസും അങ്ങനെ പല ഡ്രഗ്സുകൾ കാണാം. ദെൻ ലാക്സേറ്റീവ്. ലാക്സേറ്റീവ് എന്ന് പറഞ്ഞ ടേം നമുക്കറിയാം, കോൺസ്റ്റിപ്പേഷൻ റിലീവ് ചെയ്യാൻ കൊടുക്കുന്ന ഡ്രഗ്സ് ആണ് ലാക്സേറ്റീവ്സ്. അത് റെസ്പിറേറ്ററി ട്രാക്റ്റുമായിട്ടൊന്നും റിലേറ്റഡ് അല്ല. ദെൻ സിറപ്പ് എന്ന് പറയുന്നത് എന്താണ്? ലിക്വിഡ് പ്രിപ്പറേഷൻ ആണ്. കഫ് റിലീസിന് വേണ്ടി യൂസ് ചെയ്യുന്നതിന് കഫ് സിറപ്പ് എന്ന് നമ്മൾ പറയാറുണ്ടെങ്കിലും അതൊരിക്കലും എക്സ്പെക്ടോറന്റ് കപ്പാസിറ്റിക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഒരു സാധനമല്ല സിറപ്പ് എന്ന് പറയുന്നത്. സിറപ്പ് ഒരു ലിക്വിഡ് ഡോസേജ് ഫോം ആണ്. ഓക്കെ. ആൻഡ് ദെൻ പ്രിക്കസർ ഫോർ ഗ്ലൈക്കോസൈഡ് ഡിജിറ്റോക്സിൻ. ഡിജിറ്റോക്സിന്റെ പ്രിക്കർസർ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ പർപ്യൂരിയ ഗ്ലൈക്കോസൈഡ് എ, ഓപ്ഷൻ ബി പർപ്യൂരിയ ഗ്ലൈക്കോസൈഡ് ബി, ആൻഡ് ദെൻ ലാനറ്റോസൈഡ് എ, ദെൻ ലാനറ്റോസൈഡ് ബി. അപ്പോ പ്രിക്കർസർ ഏതാണ്? പർപ്യൂരിയ ഗ്ലൈക്കോസൈഡ് ആണ് നമ്മുടെ ഡിജിറ്റോക്സിന്റെ പ്രിക്കർസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ എ പർപ്യൂരിയ ഗ്ലൈക്കോസൈഡ് ആണ് കറക്റ്റ് ആൻസർ. ദിസ് ഈസ് ദ പ്രിക്കർസർ ഗ്ലൈക്കോസൈഡ് ഫോർ ഡിജിറ്റോക്സിൻ. ഡിജിറ്റോക്സിന്റെ പ്രിക്കർസർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗ് ആണ് എന്ത്? പർപ്യൂരിയ ഗ്ലൈക്കോസൈഡ് എന്ന് പറയുന്നത്. പർപ്യൂരിയ ഗ്ലൈക്കോസൈഡ് ബി എന്നും ഇതുമായിട്ട് റിലേറ്റഡ് അല്ല. ആൻഡ് ദെൻ മറ്റുള്ള രണ്ട് ഓപ്ഷൻസ് കൂടെ നോക്കാം. ഓപ്ഷൻ എ ലാനറ്റോസൈഡ് എ, ഇറ്റ് ഈസ് നോട്ട് എ പ്രിക്കർസർ ഫോർ ഗ്ലൈക്കോസൈഡ് ഡിജിറ്റോക്സിൻ. ഇറ്റ് ഈസ് എ കാർഡിയക് ഗ്ലൈക്കോസൈഡ് ഫൗണ്ട് ഇൻ ഡിജിറ്റാലിസ് ലാനാറ്റ. പക്ഷെ എന്താണ്? നമ്മുടെ ഡിജിറ്റാലിസിന്റെ പ്രിക്കർസർ ഒന്നും അല്ല. ആൻഡ് ദെൻ ലാനറ്റോസൈഡ് ബി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഡിജിറ്റാലിസ് ലാനാറ്റയിൽ തന്നെ ഉള്ളതാണ്. പക്ഷെ അതും എന്താണ്? ഡിജിറ്റോക്സിന്റെ ഒരു പ്രിക്കർസർ അല്ല. Then the storage condition for dried plasma. Dried plasmയുടെ storage condition ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ in cool place, ഓപ്ഷൻ ബി in a well closed container, ഓപ്ഷൻ സി at temperature not exceeding 25 degrees Celsius, and ഓപ്ഷൻ ഡി between 2 degrees Celsius and 10 degrees Celsius. അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് between 2 degrees Celsius and 10 degrees Celsius. മോസ്റ്റ് പ്രിസൈസ്ലി പറയുകയാണെങ്കിൽ 2 to 8 degrees Celsius എന്നാണ് പറയുക. ഓക്കെ. അപ്പൊ ഓപ്ഷൻ എ in a cool place എന്ന് പറയുന്നത് എന്താണ്? ജനറൽ ലൈൻ ആണ്. അപ്പൊ യൂഷ്വലി ഒരു 15 ഡിഗ്രി സെൽഷ്യസ് തൊട്ട് 30 ഡിഗ്രി സെൽഷ്യസിന് ഇടയിൽ വരുന്ന ഒരു ടെമ്പറേച്ചർ ആണ് കൂൾ പ്ലേസ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് സ്പെസിഫൈഡ് ടെമ്പറേച്ചർ റേഞ്ച് ഒന്നും ഇവിടെ പറയുന്നില്ല. ആൻഡ് ഓപ്ഷൻ ബി എന്ന് പറയുന്നത് വെൽ ക്ലോസ്ഡ് കണ്ടെയ്നർ ആണ്. അതെന്ന് പറയുന്നത് എന്താണ്? പ്രൊട്ടക്ടിങ് ഡ്രൈഡ് പ്ലാസ്മൈന എന്താണ്? ഒരു വെൽ ക്ലോസ്ഡ് കണ്ടെയ്നർ തന്നെ, കണ്ടാമിനേഷൻ ഒന്നും ഡയറക്റ്റ് ആയിട്ട് വരാതിരിക്കാൻ വേണ്ടി ഒരു വെൽ ക്ലോസ്ഡ് കണ്ടെയ്നറിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാം. ആൻഡ് ദെൻ ടെമ്പറേച്ചർ ഇസ് നോട്ട് എക്സീഡിങ് 25 ഡിഗ്രി സെൽഷ്യസ്, അതായത് 25 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ പോകാതിരിക്കുക എന്ന് മാത്രമാണ് പറയുന്നത്. പക്ഷെ നമുക്കറിയാം ഡ്രൈഡ് പ്ലാസ്മയൊന്നും ഒരിക്കലും നമുക്ക് അത്രത്തോളം ഒരു ടെമ്പറേച്ചറിൽ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, between 2 to 10 ഡിഗ്രി സെൽഷ്യസ്. ദിസ് റേഞ്ച് ഈസ് കോമൺ recommendation for storing various medical products including dried plasma. It helps to maintaining stability and prevent degradation. നമുക്കറിയാം പ്ലാസ്മ എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് ഡിഗ്രേഡ് ആയി പോകാൻ പറ്റുന്ന ഒരു കോൺസ്റ്റുവന്റ് ആണ്, നമ്മുടെ ബ്ലഡിന്റെ കോൺസ്റ്റുവന്റ് ആണ്. അപ്പൊ അത് നമ്മൾ ഡ്രൈ ചെയ്ത് സൂക്ഷിക്കുമ്പോൾ എന്ത് ചെയ്യണം? വളരെ കുറഞ്ഞ ടെമ്പറേച്ചറിൽ വേണം നമുക്കത് സ്റ്റോർ ചെയ്ത് വെക്കാം. അതിന്റെ സ്റ്റെബിലിറ്റി ഡിഗ്രഡേഷൻ ഉണ്ടാവാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടെമ്പറേച്ചർ യൂസ് ചെയ്യുന്നത്. And then 50 alloy containing barbarion which is air. അതായത് അലോയി, നമ്മുടെ
അലോവേര ബാർബാഡിയൻസിസ് എന്ന് പറയുന്ന ആ ഒരു പ്ലാന്റിൽ കാണപ്പെടുന്ന ഒരു കെമിക്കൽ കോൺസ്റ്റന്റ് ആണ് അലോയ് എന്ന് പറയുന്നത്. ആ ഒരു ഡ്രഗിന് തന്നെ, ആ ഒരു പ്ലാന്റിനെ നമ്മൾ അലോയ് എന്ന് പറയാറുണ്ട്. അതിൽ കാണുന്ന ഗ്ലൈക്കോസൈഡ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്കറിയാം അലോയ് കണ്ടെയ്ൻ ബാർബാലിയൻ വിച്ച് ഈസിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർഡിയോ, അപ്പൊ ഗ്ലൈക്കോസൈഡ് ആൽക്കലോയിഡ്സ് അങ്ങനെ ചോദിച്ചാൽ നമുക്കറിയാം അതൊരു ഗ്ലൈക്കോസൈഡ് ആണെന്ന്. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ സി ഗ്ലൈക്കോസൈഡ്, ഓപ്ഷൻ ബി എസ് ഗ്ലൈക്കോസൈഡ്, ഓപ്ഷൻ സി ഡി ഗ്ലൈക്കോസൈഡ് ആൻഡ് ഓപ്ഷൻ ഡി എച്ച് ഗ്ലൈക്കോസൈഡ്. അപ്പൊ കറക്റ്റ് ആൻസർ ഏതാണ്? സി ആണ്. അപ്പൊ ഗ്ലൈക്കോസൈഡ്സിന്റെ പേര് പറഞ്ഞപ്പോൾ നമുക്കറിയാം അതിനൊരു ഒരു ഷുഗർ മൊയിറ്റിയും ഒരു നോൺ ഷുഗർ മൊയിറ്റിനും ഉണ്ട്. അപ്പം അഗ്ലൈക്കോൺ പാർട്ടും ഗ്ലൈക്കോൺ പാർട്ടും ഒക്കെ ഉണ്ട്. നമ്മൾ അതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടെല്ലാം ഫാർമക്കോഗ്നസിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത് തമ്മിലുള്ള ബോണ്ടിന്റെ ഡിപ്പെൻഡ് ചെയ്താണ് എന്ത് ഗ്ലൈക്കോസൈഡ്സിന് പേര് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് അലോയിൽ കാണപ്പെടുന്ന ഗ്ലൈക്കോസൈഡ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒരു ഗ്ലൈക്കോസിഡിക് പാർട്ടും ഉണ്ട്, അതുപോലെ ഒരു അഗ്ലൈക്കോൺ പാർട്ടും ഉണ്ട്. അപ്പൊ ഇവർ തമ്മിലുള്ള ബോണ്ട് ഏതാണെന്ന് ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുക ഗ്ലൈക്കോസൈഡ്സിന്റെ പേരുകൾ പറയുന്നത്. അപ്പൊ സി ഗ്ലൈക്കോസൈഡ് ദിസ് ഈസ് എ ബ്രോഡ് കാറ്റഗറി ഓഫ് കോമ്പൗണ്ട് ദാറ്റ് കണ്ടെയ്ൻ ഷുഗർ മോളിക്യൂൾ ആൻഡ് നോൺ ഷുഗർ മോളിക്യൂൾ ത്രൂ സി ലിങ്കേജ്. അതായത് സി ലിങ്കേജിലൂടെയാണ് എന്ത് ഇവിടെ സി ഗ്ലൈക്കോസൈഡ്സിൽ തമ്മിൽ ലിങ്ക് ചെയ്യുന്നത്. ആൻഡ് ദെൻ എസ് ഗ്ലൈക്കോസൈഡ് ദിസ് ഈസ് എ സ്പെസിഫിക് ടേം നോട്ട് കോമൺലി യൂസ്ഡ്. ദ ഗ്ലൈക്കോസൈഡ്സ് ഇസ് ടിപ്പിക്കലി ക്ലാസിഫൈഡ് ബേസ്ഡ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് ലിങ്കേജ് ബിറ്റ്വീൻ ഷുഗർ ആൻഡ് നോൺ ഷുഗർ. എസ് ഗ്ലൈക്കോസൈഡ് എന്ന് പറയുന്നത് എന്തൊരു സ്റ്റാൻഡേർഡ് ക്ലാസിഫിക്കേഷൻ അല്ലെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, സി ഗ്ലൈക്കോസൈഡ് ആണ്. Then D glycoside എന്ന് പറയുന്നത് ഗ്ലൈക്കോസൈഡ് വേർ ദ ഷുഗർ മോളിക്യൂൾസ് അറ്റാച്ച്ഡ് ടു ദ നോൺ ഷുഗർ മോയിറ്റി അറ്റ് ആനോമറിക് കാർബൺ. അതായത് ഡി കോൺഫിഗറേഷനിലുള്ള ഒരു സബ്സ്റ്റൻസിന്റെ ആനോമറിക് കാർബണിൽ ഫ്യൂസ് ചെയ്യുന്നതാണ് എന്ത് ഡി ഗ്ലൈക്കോസൈഡ് എന്ന് പറയുന്നത്. ദെൻ എച്ച് ഗ്ലൈക്കോസൈഡ് എന്ന് പറയുന്നത് ജസ്റ്റ് ഓപ്ഷൻ വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്. ഓക്കെ, then an example of cholinomimetic alkaloid. Cholinomimetic alkaloid ന്റെ ഒരു എക്സാമ്പിൾ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ പൈലോകാർപ്പിൻ, ഓപ്ഷൻ ബി നിയോസ്റ്റിക്മിൻ, ഓപ്ഷൻ സി മെറ്റാകൊളൈൻ ആൻഡ് ഓപ്ഷൻ ഡി കാർബാക്കോൾ. ഏതാണ്? ഓപ്ഷൻ എ ആണ്, പൈലോകാർപ്പിൻ ആണ്. പൈലോകാർപ്പിൻ is a cholinomimetic alkaloid. It stimulates the muscarinic receptors and it is used for various purposes including treating glaucoma. പൈലോകാർപ്പിൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഗ്ലൂക്കോമയ്ക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ cholinomimetic alkaloidന്റെ ഒരു എക്സാമ്പിൾ ആണ് എന്ത് പൈലോകാർപ്പിൻ എന്ന് പറയുന്നത്. Then neostigmin is a cholinomimetic alkaloid തന്നെയാണ്, പക്ഷെ ആന്റി കോളിനെസ്റ്ററേസ് എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ. അതായത് കോളിനെസ്റ്ററേസ് എന്ന് പറയുന്ന നമ്മുടെ കോളിനർജിക് ഡ്രഗിനെ ഡീഗ്രേഡ് ചെയ്യുന്ന എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗ് ആണെന്ത് നിയോസ്റ്റിക്മിൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതെന്താണ് ഒരു കോളിനോമിമെറ്റിക് ആൽക്കലോയിഡ് അല്ല. ആൻഡ് ദെൻ ഇറ്റ് ഇസ് യൂസ്ഡ് ടു ട്രീറ്റ് മൈസ്തീനിയ ഗ്രാവിക്സ് ആൻഡ് റിവേഴ്സ് ദ എഫക്ട് ഓഫ് മസിൽ റിലാക്സൻസ്. മസിൽ റിലാക്സൻസിന്റെ എഫക്റ്റിനെ റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ മൈസ്തീനിയ ഗ്രാവിക്സിനെ പ്രിവെന്റ് ചെയ്യാനും ഒക്കെയാണ് നമ്മൾ എന്ത് നിയോസ്റ്റിക്മിൻ എന്ന് പറഞ്ഞ ഡ്രഗ് യൂസ് ചെയ്യുന്നത്. And then methacholine is a synthetic cholinomimetic compound. It is used in the medication test to access airway responsiveness and mimic the effect of acetylcholine. Acetylcholineന്റെ എഫക്റ്റിനെ മിമിക് ചെയ്യുന്നതാണ് എന്ത് methacholine എന്ന് പറയുന്നത്. Okay. And then option D, carbachol is a cholinomimetic compound that stimulates both muscarinic and nicotinic receptors. Is used for ophthalmic surgery and lower intraocular pressure. അപ്പൊ ophthalmic സർജറിക്കും ലോവർ ഇൻട്രാഓക്കുലർ പ്രഷറിനും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗ് ആണ് എന്ന് പറയുന്നത് കാർബക്കോൾ എന്ന് പറയുന്നത്. Then next question, beta blocker with membrane stabilizing activity. Beta blocker with membrane stability activity. Option A, propranolol. Option B, timolol. Option C, ഓപ്ഷൻ ഡി എസ്മെലോൾ. മെംബ്രെയിൻ സ്റ്റെബിലൈസിംഗ് ആക്ടിവിറ്റി ഉള്ള ഡ്രഗ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ പ്രൊപ്രാനലോൾ ആണ്. പ്രൊപ്രാനലോൾ ഇസ് എ നോൺ സെലക്ടീവ് ബീറ്റ ബ്ലോക്കർ വിത്ത് മെംബ്രെയിൻ സ്റ്റെബിലൈസിംഗ് ആക്ടിവിറ്റി, ഹാസ് ദ എബിലിറ്റി ടു ബ്ലോക്ക് ബോത്ത് ബീറ്റ-1 ആൻഡ് ബീറ്റ-2 അഡ്രിനർജിക് റിസപ്റ്റേഴ്സ്. ബീറ്റ-1 റിസപ്റ്റേഴ്സിനെയും ബീറ്റ-2 അഡ്രിനർജിക് റിസപ്റ്റേഴ്സിനെയും ബ്ലോക്ക് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു ഡ്രഗ് ആണ് പ്രൊപ്രാനലോൾ. അതിനെന്താണ് മെംബ്രെയിൻ സ്റ്റെബിലൈസിംഗ് ആക്ടിവിറ്റി പറയുന്നത്. ദെൻ timolol is a non selective blocker. It also exhibits membrane stabilizing activity. പക്ഷെ പ്രൊപ്രാനലോൾ ആണ് ആൻസർ കീഴിൽ തന്നിട്ടുള്ളത്. ആൻഡ് ദെൻ
Atenolol is a selective beta-1 adrenergic receptors blocker without significant membrane stabilizing activity. Atenolol എന്ന് പറയുന്നത് is a selective beta-1 antagonist ആണ്. അതായത് സെലക്റ്റീവ് ആയിട്ട് ബീറ്റ-1 മാത്രം ബ്ലോക്ക് ചെയ്യുന്ന ഒരു ഡ്രഗ് ആണ്. അതിന് സിഗ്നിഫിക്കന്റ് മെംബ്രെയിൻ സ്റ്റെബിലൈസിംഗ് ആക്ടിവിറ്റി ഉണ്ട്. ആൻഡ് ദെൻ എസ്മെലോൾ is a selective beta-1 adrenergic receptor blocker does not have a membrane stabilizing activity. അതായത് അറ്റനോളിന് എസ്മെലോളിന് എന്തില്ല, മെംബ്രെയിൻ സ്റ്റെബിലൈസിംഗ് ആക്ടിവിറ്റി ഇല്ല. അവർ എന്താണ് സെലക്റ്റീവ് ആണ്. ആൻഡ് ദെൻ ജേർണൽ ഈസ് എ ബുക്ക് ഓഫ് ഓപ്ഷൻ എ ഒറിജിനൽ എൻറ്റിറ്റി, ഓപ്ഷൻ ബി സെക്കൻഡറി എൻറ്റിറ്റി, ഓപ്ഷൻ സി ക്യാഷ് ട്രാൻസാക്ഷൻ, ഓപ്ഷൻ ഡി പെറ്റി ക്യാഷ് ട്രാൻസാക്ഷൻ. അപ്പൊ എന്താണ് ജേർണൽ എന്ന് പറയുന്നത്? നമ്മൾ സെക്കൻഡറി സോഴ്സ്, പ്രൈമറി സോഴ്സ്, ടെർഷറി സോഴ്സ് എന്ന് പറഞ്ഞ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ജേർണൽ എന്താണ്? ഒരു ഒറിജിനൽ എൻറ്റിറ്റി തന്നെയാണ്. മേ ബി അങ്ങനെയും ചോദിക്കാം, പ്രൈമറി സോഴ്സ്, സെക്കൻഡറി സോഴ്സ്, ടെർഷറി സോഴ്സ് എന്ന് പറഞ്ഞിട്ടൊക്കെ ചോദിക്കാം. മേ ബി ഫാർമക്കോപ്പിയ എന്ന് പറയുന്നത് ഏത് സോഴ്സ് ആണെന്ന് ചോദിക്കാം. അതുപോലെ തന്നെ പബ്ലിഷ്ഡ് ജേർണൽസ് ഏത് സോഴ്സ് ആണെന്ന് പറയാം. അതുപോലെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകൾ ഏത് സോഴ്സ് ആണെന്ന് പറയാം. അങ്ങനെ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ ഒക്കെ നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ക്ലാസ്സുകൾ കേൾക്കാത്തവർ ആ ക്ലാസ് കേൾക്കുക. അപ്പൊ അതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എജ്യൂസിൽ ഇത് ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഒറിജിനൽ എൻറ്റിറ്റി ആണ്. ജേർണൽ ഈസ് എ ടെക്സ്റ്റ് ബുക്ക് ഓഫ് ഒറിജിനൽ എൻറ്റിറ്റി. ഇറ്റ്സ് വെയർ ദ ട്രാൻസാക്ഷൻ ആർ ഇനിഷ്യലി റെക്കോർഡഡ് ബിഫോർ ബീങ് ട്രാൻസ്ഫർഡ് ടു എ ലെഡ്ജർ. ലെഡ്ജറിന് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ പ്രൈമറി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നതാണ് എന്ത് ജേർണൽ എന്ന് പറയുന്നത്. സെക്കൻഡറി എൻറ്റിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് കോമൺലി യൂസ്ഡ് അക്കൗണ്ടിങ്. ദി പ്രൈമറി ഡിസ്റ്റിങ്ഷൻ ഈസ് ബിറ്റ്വീൻ ഒറിജിനൽ എൻറ്റിറ്റി ആൻഡ് ദ സബ്സിക്വന്റ് ക്ലാസിഫിക്കേഷൻ ആസ് സമ്മറൈസേഷൻ. അതായത് സെക്കൻഡറി എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഒറിജിനൽ എൻറ്റിറ്റിയെ നമ്മൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ നിന്നുള്ള ഡേറ്റാസിനെ എടുത്തിട്ട് പുതിയ പബ്ലിക്കേഷൻസ് ഒക്കെ എടുക്കുന്നതാണ് എന്ത് സബ്സിക്വന്റ് ക്ലാസിഫിക്കേഷനും സമ്മറൈസേഷനും ഒക്കെ കഴിഞ്ഞു കിടക്കുന്നതാണ് എന്ത് നമ്മളെ സെക്കൻഡറി എൻറ്റിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് ദെൻ ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വേരിയസ് ടൈപ്പ് ഓഫ് ക്യാഷ് ട്രാൻസാക്ഷൻസിനെയൊക്കെ റെക്കോർഡ് ചെയ്യുന്നതാണ് എന്ത് ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദെൻ പെറ്റി ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ബ്രോഡർ റേഞ്ച് ഓഫ് ട്രാൻസാക്ഷൻ ഒക്കെ കുറച്ചുകൂടെ ബ്രോഡർ ആയിട്ടുള്ള റേഞ്ച് ഓഫ് ട്രാൻസാക്ഷൻ ആണ്. ജസ്റ്റ് ഓപ്ഷന് വേണ്ടി പറഞ്ഞിട്ടുള്ളൂ. ഇതൊന്നും നമുക്ക് ആവശ്യമായിട്ടുള്ള ടോപ്പിക്സ് അല്ല. ഓക്കെ. ദെൻ എ റസീൻ ഓഫ് അനിമൽ ഒറിജിൻ. അനിമൽ ഒറിജിനിലുള്ള റസീൻ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ബെൻസോയിൻ, ഓപ്ഷൻ ബി ഷെല്ലാക്, ഓപ്ഷൻ സി ഗ്ലൈക്കോറസീൻ ആൻഡ് ഓപ്ഷൻ ഡി ഗുജുറസീൻ. ഓക്കെ. അപ്പോ റസീൻ ഓഫ് അനിമൽ ഒറിജിൻ. അനിമൽ ഒറിജിനുള്ള റസീൻ ഏതാണെന്നാണ് ചോദിക്കുന്നത്. റസീൻ ഓഫ് അനിമൽ ഒറിജിൻ. അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഷെല്ലാക് ആണ്. നമ്മൾ അനിമൽ ഒറിജിനും അതുപോലെ കെമിക്കൽ ഒറിജിനും പ്ലാന്റ് ഒറിജിനും ആയിട്ടുള്ള റസീൻസിനെയൊക്കെ നമ്മൾ ക്ലാസിഫിക്കേഷൻ പഠിച്ചതാണ്. അപ്പൊ ബെൻസോയിൻ ഈസ് എ റസീൻ ഒബ്റ്റൈൻഡ് ഫ്രം ദ ട്രീസ് പർട്ടിക്കുലർ ഇൻ സ്റ്റൈറാക്സ് ജീനസ്. ഇറ്റ് ഈസ് നോട്ട് എ അനിമൽ ഒറിജിൻ. അപ്പൊ പ്ലാന്റിൽ നിന്ന് കിട്ടുന്നുണ്ട് തന്നെ എന്താണ്? അത് പ്ലാന്റ് ഒറിജിൻ. അതൊരിക്കലും എന്ത് അനിമൽ ഒറിജിൻ അല്ല. ആൻഡ് ദെൻ ഓപ്ഷൻ ബി ഷെല്ലാക് എന്ന് പറയുന്നത് എന്താണ്? സെക്രീറ്റഡ് ബൈ ദ ലാക് ബഗ്. ഇറ്റ് ഈസ് ഇൻഡീഡ് ആസ് എ റസീൻ ഓഫ് അനിമൽ ഒറിജിൻ. ഷെല്ലാക് എന്ന് പറയുന്നത് എന്താണ്? അനിമൽ ഒറിജിൻ ആയിട്ടുള്ളത് തന്നെയാണ്. സെക്രീറ്റഡ് ബൈ ലാക് ബഗ്. ലാക് ബഗ് എന്ന് പറയുന്ന ഒരു ആനിമൽ ആണ് അത് സെക്രീറ്റ് ചെയ്യുന്നത്. ആൻഡ് ദെൻ ഗ്ലൈക്കോറസീൻ എന്ന് പറയുമ്പോഴത്തേക്ക് ദ ടേം ഡസ് നോട്ട് റെഫർ ടു എ സ്പെസിഫിക് വെൽ നോൺ റസീൻ. ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് അനിമൽ ഒറിജിൻ റസീൻസ്. അതുകൊണ്ട് തന്നെ എന്താണ് അതായത് ഇപ്പൊ ഗ്ലൈക്കോറസീൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് ഗ്ലൂക്കോസുമായിട്ട് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ഉള്ള റസീൻസിനെയാണ് അത് പറയുന്നത്. അതെന്താണ് ഒരിക്കലും അനിമൽ ഒറിജിൻ ആയിരിക്കില്ല, അതൊരു പ്ലാന്റ് ഒറിജിൻ ആയിരിക്കും. ദെൻ ഗുജുറസീൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ടേം നോട്ട് വൈഡ്ലി റെക്കഗ്നൈസ്ഡ് ആസ് എ കോണ്ടസ്റ്റ് ഓഫ് റസീൻ. അറ്റ് ഈസ് നോട്ട് സ്പെസിഫിക്കലി അനിമൽ ഒറിജിൻ. ഗുജുറസീൻ എന്ന് പറയുന്നത് അനിമൽ ഒറിജിനിലെ ക്ലാസിഫിക്കേഷനിലൊന്നും ഉള്ള ഒരു ഡ്രഗ് അല്ല. All the particles passes through the sieve number 44 and it is not more than 40% through sieve number 66. അതായത് 44 സീവിൽ കൂടെ എല്ലാ പാർട്ടിക്കിൾസും പാസ് ചെയ്യുന്നതും 60 സീവിൽ കൂടെ ഒരു എന്താണ് 40% കൂടുതൽ പാസ് ചെയ്യാത്തതുമായിട്ടുള്ള പാർട്ടിക്കിൾസിനെ ഏത് പേരിലാണ്? അപ്പൊ ഈ പാർട്ടിക്കിൾസിന്റെ ക്ലാസിഫിക്കേഷനും നമ്മൾ സ്യൂട്ടിക്സിൽ എടുത്തിട്ടുള്ളതാണ്. ഓരോ പാർട്ടിക്കിൾസ്, ഫൈൻ പാർട്ടിക്കിൾസ്, കോഴ്സ് പാർട്ടിക്കിൾ, മോഡറേറ്റ് കോഴ്സ്, മോഡറേറ്റ് ഫൈൻ, അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ്. അത് പാസ് ചെയ്യുന്ന സീവുകൾ എത്രത്തോളം പാസ് ചെയ്തൊക്കെ നമ്മൾ സ്യൂട്ടിക്സിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഓപ്ഷൻ എ കോഴ്സ് പാർട്ടിക്കിൾ, ഓപ്ഷൻ ബി മോഡറേറ്റ്ലി കോഴ്സ് പാർട്ടിക്കിൾ, ഓപ്ഷൻ സി മോഡറേറ്റ്ലി ഫൈൻ പാർട്ടിക്കിൾ ആൻഡ് ഓപ്ഷൻ ഡി ഫൈൻ പാർട്ടിക്കിൾ. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് മോഡറേറ്റ്ലി ഫൈൻ പാർട്ടിക്കിൾ ആണ്. അപ്പൊ കോഴ്സ് പാർട്ടിക്കിൾ ദിസ് ടേംസ് ജനറലി റെഫർ ടു ആസ് ദ പാർട്ടിക്കിൾ ദാറ്റ് ലാർജർ ഇൻ സൈസ് ആൻഡ് ഡു നോട്ട് ഈസിലി പാസ് ത്രൂ ഫൈൻ സീവ്സ്. ഫൈൻ സീവ്സിലൂടെ പാസ് ചെയ്ത് പോവാത്തതും കുറച്ചുകൂടെ ലാർജ് ആയിട്ടുള്ള പാർട്ടിക്കിളാണ് നമ്മളത് കോഴ്സ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. ആൻഡ് ദെൻ മോഡറേറ്റ്ലി കോഴ്സ് പാർട്ടിക്കിൾ ദിസ് ടേം സജസ്റ്റ് ദ പാർട്ടിക്കിൾസ് ദാറ്റ് ആർ സംവാട്ട് ലാർജർ ഇൻ സൈസ് ബട്ട് നോട്ട് ലാർജ് ആസ് കോഴ്സ് പാർട്ടിക്കിൾ. കോഴ്സ് പാർട്ടിക്കിളിന്റെ അത്രയും ലാർജ് അല്ലാത്തതാണ് എന്ത് മോഡറേറ്റ്ലി കോഴ്സ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദെൻ
Moderately fine, this term indicate the particle intermediate size finer than coarse particle but coarser than fine particle. അതായത് കോഴ്സറിനെക്കാളും ചെറുതും ഫൈനറിനെക്കാളും വലുതുമായിട്ടുള്ള ആ ഒരു മോഡറേറ്റ് കണ്ടീഷനിൽ വരുന്നതാണ് moderately fine particle. And then fine particle is referred to as a term smaller in size can pass through fine sieves. Fine sieves കൂടെ പാസ് ചെയ്ത് പോകുന്നതാണ് ഫൈൻ പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ മോഡറേറ്റ്ലി ഫൈൻ പാർട്ടിക്കിൾ ആണ് ഇതിന്റെ ആൻസർ. അപ്പൊ ആ സീവ് നമ്പറും ഓരോ സീവ് കൂടെ പാസ് ചെയ്യുന്ന പാർട്ടിക്കിൾ ഏതൊക്കെയാണെന്ന് നന്നായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. ദെൻ വെയിൻ ഐലൈറ്റ് നമ്പർ ഓഫ് ഡിജിറ്റാലിസ് പർപ്യൂറിയ. ഡിജിറ്റാലിസ് പർപ്യൂറിന്റെ വെയിൻ ഐലൈറ്റ് നമ്പർ എന്താണെന്ന് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ 8 to 12, ഓപ്ഷൻ ബി 15 to 26, ഓപ്ഷൻ സി 2 to 5.5, ഡി 19 to 23. ആൻസർ ഏതാണ്? 2 to 5.5 ആണ് വെയിനൈലൈറ്റ് നമ്പർ ഓഫ് ഡിജിറ്റാലിസ് പർപ്യൂറിയ. അപ്പൊ ഇതൊക്കെ എന്താണ് പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ ഒന്നും പറയേണ്ടതല്ല, ഇങ്ങനെയുള്ള ഡിജിറ്റൽ നമ്മൾ പഠിച്ചു വെക്കേണ്ടത് തന്നെയാണ്. ഓക്കെ. Then the plant constituents used in the preparation of mosquito coils. Mosquito coils യൂസ് ചെയ്യുന്ന പ്ലാന്റ് കോൺസ്റ്റിറ്റ്യൂവന്റ് ഏതാണ്? ഓപ്ഷൻ ബി റാവോൾഫിയ, ഓപ്ഷൻ ബി എർഗോട്ട്, ഓപ്ഷൻ സി പൈറെത്രം ആൻഡ് ഓപ്ഷൻ ഡി അക്കോണൈറ്റ്. ഇതാണ് ദ പ്ലാന്റ് കോൺസ്റ്റന്റ് യൂസ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് മൊസ്കിറ്റോ കോയിൽസ്. മൊസ്കിറ്റോ കോയിൽസിൽ യൂസ് ചെയ്യുന്ന പ്ലാന്റ് കോൺസ്റ്റന്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ റാവോൾഫിയ, ഓപ്ഷൻ ബി എർഗോട്ട് ആൻഡ് ഓപ്ഷൻ സി പൈറെത്രം ആൻഡ് ഓപ്ഷൻ ഡി അക്കോണൈറ്റ്. അപ്പൊ അതിന്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി പൈറെത്രം ആണ്. ഓക്കെ. റാവോൾഫിയ, അപ്പൊ അതിൽ ഓരോ ഓപ്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. Ravolfia is a plant known for containing alkaloid, particularly reserpine. However, it is not commonly used in the preparation of mosquito coils. Reserpine എന്ന് പറയുന്ന Ravolfia serpentina എന്ന് പറയുന്ന പ്ലാന്റ് ആണ്, നമ്മൾ കോഗ്നോസിൽ പഠിച്ചിട്ടുള്ളതാണ്. അതിന്റെ ചീഫ് കെമിക്കൽ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് റിസർപ്പിൻ ആണ്. അപ്പൊ ആ റിസർപ്പിന്റെ പ്രസൻസ് ഉള്ള ഒരു ഡ്രഗ് ആണ് റാവോൾഫിയ എന്ന് പറയുന്നത്. അതെന്താണ്? മൊസ്കിറ്റോ കോയിൽസിന്റെ ചീഫ് കോൺസ്റ്റന്റ് ആയിട്ട് കാണുന്നില്ല. Then ergot. Ergot is a fungus infect certain grains. It contain alkaloids including ergotamine. However, it is not typically used in mosquito coil formulation. അപ്പോൾ എർഗോട്ട് എന്ന് പറഞ്ഞ എന്താണ്? എർഗോട്ടമിൻ, എർഗോമെട്രിൻ, എർഗോട്ട്, അങ്ങനെ നമ്മൾ കോൺസ്റ്റുവന്റ് എർഗോട്ടിന്റെ പഠിച്ചിട്ടുണ്ട്. അതൊരു ഫംഗസ് ആണ്. എന്ത്? സർട്ടൻ ഗ്രെയിൻസിനെ എഫക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഗ്രെയിൻസിൽ എഫക്ട് ചെയ്യുന്ന ഒരു ഫംഗസ് ആണ് എർഗോട്ട് എന്ന് പറയുന്നത്. മൊസ്കിറ്റോ കോയിൽസിലൊന്നും അത് യൂസ് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. And then pyrethrum. Pyrethrum is derived from the flowers of chrysanthemum species. It is contain pyrethrin, natural insecticide widely used in mosquito coils and other insect repellent product. അതായത് ക്രൈസാന്തമം എന്ന് പറയുന്ന പ്ലാന്റിൽ കാണപ്പെടുന്ന ഒരു കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂവന്റ് ആണ്. ഡ്രൈഡ് ഫ്ലവേഴ്സ് ഓഫ് ക്രൈസാന്തമം സ്പീഷീസ് ആണ് ഡെറൈവ് ചെയ്തെടുക്കുന്നത്. അതിനകത്ത് പൈറത്രിൻ കാണുന്നുണ്ട്. ഒരു നാച്ചുറൽ ഇൻസെക്ടിസൈഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? മൊസ്കിറ്റോ കോയിൽസിലും ഇൻസെക്ട് റിപ്പലന്റ് ആയിട്ടുള്ള പ്രോഡക്ട്സിലും നമുക്കത് യൂസ് ചെയ്യാം. Then aconite is also known as wolf bane. അക്കോണൈറ്റിന്റെ മറ്റൊരു സിനോണിം ആണ് എന്ത്? വൂൾസ് ബെയിൻ എന്ന് പറയുന്നത്. അക്കോണൈറ്റ് ആണ് എന്ത്? വൂൾസ് ബെയിൻ എന്ന് പറയുന്നത്. ടോക്സിക് പ്ലാന്റ് കണ്ടെയ്നിങ് ആൽക്കലോയിഡ്സ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ മൊസ്കിറ്റോ കോയിൽസിലൊന്നും ഇതിന്റെ ടോക്സിക് നേച്ചർ കൊണ്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. Then next question. റിച്ചസ്റ്റ് സോഴ്സ് ഓഫ് ലെസിത്തിൻ. ലെസിത്തിന്റെ റിച്ചസ്റ്റ് സോഴ്സ് ഏതാണ്? ഓപ്ഷൻ എ മീറ്റ്, ഓപ്ഷൻ ബി എഗ് യോക്ക്, ഓപ്ഷൻ സി മിൽക്ക് ആൻഡ് ഓപ്ഷൻ ഡി ഫിഷ്. അപ്പൊ ഇതിൽ എല്ലാത്തിലും വളരെ കുറച്ച് എമൗണ്ട് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആൻസർ ആയിട്ടുള്ള എഗ് യോക്ക് ആണ് യഥാർത്ഥ ആൻസർ. എഗ് യോക്കിൽ മാത്രമാണ് എന്ത്? ഒരു റിച്ചസ്റ്റ് സോഴ്സ് എന്ന് പറയാം. ബാക്കിയുള്ളതിലെല്ലാം ട്രൈസസ് ഓഫ് എമൗണ്ട് ഓഫ് ലെസിത്തിൻ കാണപ്പെടുന്നുണ്ട്. ഓക്കെ. അപ്പൊ ആൻസർ ഓപ്ഷൻ ബി ആണ് എഗ് യോക്ക്. Option A meat. While meat contains some lecithin, it is not considered as a richest source. മീറ്റിനകത്ത് ലെസിത്തിൽ കാണപ്പെടുന്നുവെങ്കിലും അതിനൊരു റിച്ചസ്റ്റ് സോഴ്സ് ഓഫ് ലെസിത്തിൻ ആയിട്ട് കാണാൻ പറ്റില്ല. And an egg yolk. Egg yolk is one of the richest source of lecithin. Lecithin is often extracted from egg yolk for commercial purpose. Commercial purpose-ന് നമ്മൾ ലെസിത്തിൻ എക്സ്ട്രാക്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? എഗ് യോക്കിൽ നിന്ന് ആണ്. ഓക്കെ. മീറ്റിൽ അത് കാണപ്പെടുന്നുണ്ടെങ്കിൽ എന്താണ്? റിച്ചസ്റ്റ് സോഴ്സ് ആയിട്ട് നമുക്ക് ഒരിക്കലും എന്തിനെ പറയാൻ പറ്റില്ല? മീറ്റിനെ പറയാൻ പറ്റില്ല. And then fish. Fish is also contain lecithin but may not concentrated as egg yolk. നമ്മുടെ എഗ് യോക്കിലുള്ള അത്ര എന്ത് ഫിഷില് കാണപ്പെടുന്നില്ല. ആൻഡ് ദെൻ ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് മിൽക്ക്. മിൽക്ക് contain lecithin but the concentration is generally lower as compared to egg yolk. അപ്പൊ മിൽക്കിലും മീറ്റിലും ഒക്കെ കാണപ്പെടുന്നുണ്ടെങ്കിൽ എന്താണ്? ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് എവിടെയാണ്? എഗ് യോക്കിലാണ്.
Next question. Mevalonic acid formation is catalyzed by the enzyme. Option A, acetyl coenzyme A, and option B, HMG-CoA reductase. Option C, mevalonate kinase, and option D, phosphomevalonate. Okay. അപ്പോൾ മെവലോണിക് ആസിഡിന്റെ ഫോർമേഷന് സഹായിക്കുന്ന എൻസൈം ഏതാണെന്നാണ് ചോദിക്കുന്നത്. Okay, next question. Mevalonic acid formation is catalyzed by the enzyme. Option A, acetyl coenzyme A. Option B, HMG-CoA reductase. Option C, mevalonate kinase. And option D, phosphomevalonate. അപ്പോൾ മെവലോണിക് ആസിഡിന്റെ ഫോർമേഷനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈം ഏതാണ്? അപ്പൊ മെവലോണിക് ആസിഡ് ഫോം ചെയ്യണം, അപ്പൊ അതിന് വേണ്ട എൻസൈം ഏതാണെന്നാണ് നമുക്ക് ചോദിക്കുന്നത്. അപ്പൊ ഇതിലെ ഓപ്ഷൻസ് അനലൈസ് ചെയ്ത് നമുക്ക് അത് കണ്ടുപിടിക്കാവുന്നതാണ്. അസറ്റൈൽ കോഎൻസൈം എ. അസറ്റൈൽ കോഎൻസൈം എ ഒരിക്കലും ഒരു എൻസൈം അല്ല, അതൊരു എന്താണ്, ഒരു പ്രിക്കർസർ ആണ്, അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ആണെന്ന് പറയാം. ഇപ്പൊ മെവലോണിക് ആസിഡ് പാത്വേയുടെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ആണ് അസറ്റൈൽ കോഎൻസൈം എ. അപ്പൊ ആ ഓപ്ഷൻ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ദെൻ HMG-CoA reductase. HMG-CoA reductase എന്ന് പറയുന്ന ഒരു എൻസൈം ആണ്, അത് മേ ബി ആൻസർ ആയിട്ട് വരാം. ദെൻ ഓപ്ഷൻ സി, മെവലനേറ്റ് കൈനേസ്. കൈനേസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഫോസ്ഫോറിലേഷന് സഹായിക്കുന്ന ഒരു ഡ്രഗ് ആണെന്ത്, അല്ല ഒരു എൻസൈം ആണെന്ത്, കൈനേസ് എന്ന് പറയുന്നത്. അപ്പൊ കൈനേസ് കഴിഞ്ഞു വരുന്ന പ്രോഡക്റ്റിൽ എന്തായിരിക്കും, ഫോസ്ഫേറ്റ് 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 എന്ന് കാണും. 3-phosphate അല്ലെങ്കിൽ 2-phosphate അല്ലെങ്കിൽ 4-phosphate എന്ന് കാണും. അപ്പൊ മെവലനേറ്റ് കൈനേസ് ഒരിക്കലും അതിന്റെ ആൻസർ ആയിരിക്കത്തില്ല. അപ്പൊ മെവലനേറ്റ് കണ്ടെന്ന് വെച്ചിട്ട് നമുക്കത് കർപ്പിക്കാൻ തോന്നും, പക്ഷെ അതല്ല അതിന്റെ ആൻസർ. ആൻഡ് ദെൻ ഫോസ്ഫോമെവലനേറ്റ്. ഫോസ്ഫോമെവലനേറ്റ് എന്ന് പറയുന്ന എൻസൈമും എന്തല്ല, ഇതിന്റെ ഫോർമേഷനെ സഹായിക്കുന്ന ഒരിതല്ല. അപ്പൊ ഇതിൽ ഓപ്ഷൻ ബി, HMG-CoA reductase ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഈ പറയുന്ന സാധനങ്ങളെല്ലാം തന്നെ മെവലോണിക് ആസിഡ് ഫോർമേഷനിലെ പാത്വേയിലുള്ള എൻസൈമുകളാണ്, പക്ഷെ നോട്ട് ഡയറക്ട്ലി ഇൻവോൾവ് ഇൻ മെവലോണിക് ആസിഡ് ഫോർമേഷൻ. അപ്പൊ നമുക്ക് നോക്കാം. Acetyl coenzyme is a starting material for the mevalonate pathway. It is not directly involved in the formation of mevalonic acid. Mevalonic acid starting material ആണ്, പക്ഷെ directly involve ചെയ്യുന്നില്ല, മാത്രമല്ല അതൊരു എൻസൈം അല്ല. Mevalonate kinase is an enzyme involved in the phosphorylation of mevalonic acid, not its formation. അപ്പോൾ ഫോസ്ഫോറിലേഷനെ സഹായിക്കുന്നതാണ് എന്ത്, മെവലനേറ്റ് കൈനേസ്, ബട്ട് എന്ത് ഫോർമേഷനെ അത് സഹായിക്കുന്നില്ല. ആൻഡ് ദെൻ HMG-CoA reductase is enzyme, that is SMG എന്ന് പറഞ്ഞാൽ എന്താണ്, 3-hydroxy 3-methyl glutaryl coenzyme A. HMG-CoA reductase എന്ന് പറഞ്ഞാൽ എന്താണ്, 3-hydroxy 3-methyl glutaryl coenzyme A reductase ആണ് എന്ത്, HMG എന്ന് പറയുന്നത്. 3-hydroxy 3-methyl glutaryl coenzyme A reductase. 3-hydroxy 3-methyl glutaryl coenzyme reductase ആണ് എന്ത്, HMG-CoA reductase. അതിന്റെ ഒരു എക്സ്പാൻഷൻ ആണ് തന്നിരിക്കുന്നത്. The key enzyme involved in the mevalonic acid pathway responsible for converting HMG-CoA to mevalonic acid. HMG-CoA mevalonic acid ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു എൻസൈം ആണ് എന്ത്, HMG-CoA reductase. And then phosphomevalonate. Phosphomevalonate is an intermediate in the mevalonic acid pathway. It is not directly involved in the formation of mevalonic acid. അപ്പൊ ഫോസ്ഫോമെവലനേറ്റ് എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതൊരു എൻസൈം അല്ല, അതുകൊണ്ട് തന്നെ എന്താണ്, അതൊരു ഇന്റർമീഡിയറ്റ് ആണ്, അത് നോട്ട് ഇൻവോൾവ് ഇൻ ആസ് എ എൻസൈം. എൻസൈം ആണ്. എൻസൈമിന്റെ പേരുകളുടെ ഒക്കെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ കൈനേസ്, എന്താണ് കാറ്റലേസ്, അങ്ങനെ ഏസ് എന്ന് പറഞ്ഞിട്ടായിരിക്കും എന്ത് എൻസൈംസ് എൻഡ് ചെയ്യുക. അപ്പൊ അതിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരേ ഒരു എൻസൈം ഏതായിരുന്നു, HMG-CoA reductase ആയിരുന്നു. അപ്പൊ നമുക്ക് ഇതിനെപ്പറ്റി അറിയാത്ത ആളാണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻസ് അനലൈസ് ചെയ്തിട്ട് ആൻസറിലേക്ക് വളരെ പെട്ടെന്ന് എത്താവുന്നതാണ്. എൻസൈം റെഫർഡ് ആസ് എ സ്പ്രെഡിംഗ് ഫാക്ടർ. സ്പ്രെഡിംഗ് ഫാക്ടർ ആയിട്ട് യൂസ് ചെയ്യുന്ന എൻസൈം ഏതാണ്? ഓപ്ഷൻ എ ഹെപ്പാരിൻ, ഓപ്ഷൻ ബി കോൺട്രിയോട്ടിൻ, ആൻഡ് ഓപ്ഷൻ സി ഹൈലറോണിഡേസ് ആൻഡ് ഇഡ്രോണിക് ആസിഡ്. ഓക്കെ, അപ്പൊ ഇതിലെ ആൻസർ ഏതാണ് നമുക്കറിയാം. സ്പ്രെഡിംഗ് ഫാക്ടർ ആയിട്ട് യൂസ് ചെയ്യുന്ന എൻസൈം എന്താണ്, നമ്മുടെ ബോഡിയിൽ സ്കിന്നിലുള്ള ഹൈലറോണിക് ആസിഡിനെ ഡീഗ്രേഡ് ചെയ്ത് കളയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു എൻസൈം ഹൈലറോണിഡേസ് ആണ്. നമ്മൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അപ്പൊ ഹെപ്പാരിൻ എന്താണെന്ന് നോക്കാം. ഹെപ്പാരിൻ ഈസ് ആൻ ആന്റികോയാഗുലന്റ്. ഇറ്റ് ഈസ് നോട്ട് ടിപ്പിക്കലി റെഫർഡ് ടു ആസ് എ സ്പ്രെഡിംഗ് ഫാക്ടർ. ഹെപ്പാരിൻ എന്ന് പറയുന്ന ഒരു ആന്റികോയാഗുലന്റ് ആയിട്ടുള്ള ഡ്രഗ് ആണ്, അതുകൊണ്ട് തന്നെ അത് എന്തൊരു സ്പ്രെഡിംഗ് ഫാക്ടർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ദെൻ കോൺട്രോയിറ്റിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കമ്പണന്റ് ഓഫ് കാർട്ടിലേജ് ആൻഡ് കണക്റ്റീവ് ടിഷ്യൂ, ബട്ട് ഇറ്റ്സ് പ്ലേ എ റോൾ ഇൻ ജോയിന്റ് ഹെൽത്ത്. ഇറ്റ് ഈസ് നോട്ട് കോമൺലി റെഫർഡ് ടു ആസ് എ സ്പ്രെഡിംഗ് ഫാക്ടർ. ഇപ്പൊ കോൺട്രോയിറ്റിൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ കാർട്ടിലേജും കണക്റ്റീവ് ടിഷ്യൂയിലൊക്കെ നമ്മുടെ ജോയിന്റ്സിന്റെ ഹെൽത്തിന് യൂസ് ചെയ്യുന്ന കാർട്ടിലേജിലും കണക്റ്റീവ് ടിഷ്യൂലും കാണപ്പെടുന്ന ഒരു കമ്പണന്റ് ആണ് കോൺട്രോയിറ്റിൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ടൈം ഇതുമായിട്ട് ഒരു റിലേഷനും ഇല്ല.
Then hyaluronidase എന്ന് പറയുന്നത് is an enzyme that hydrolyzes hyaluronic acid as a major component of the extracellular matrix. It is the enzyme often referred to as a spreading factor because it breaks down hyaluronic acid, allowing the tissue become more permeable to facilitating the spread of other substance. Okay. അപ്പൊ ഹൈലറോണിക് ആസിഡ് എന്ന് പറയുന്നത് ഹൈലറോണിക് ആസിഡിന്റെ ഡീഗ്രഡേഷനെ സഹായിക്കുന്ന ഒരു എൻസൈം ആണിത്. എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സിൽ കാണപ്പെടുന്ന ഒരു കമ്പണന്റ് ആണ്. അപ്പൊ അതിന്റെ ഡീഗ്രഡേഷനിലൂടെ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ഡ്രഗിനെ ഈസിലി പെർമിയബിൾ ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗ് ആണിത്, ഒരു എൻസൈം ആണിത്. ഓക്കെ. 26th question. The ex-officio member of Pharmacy Council of India is. Pharmacy Council of India'യുടെ ex-officio member ആരാണ്? ഓപ്ഷൻ എ ടീച്ചർ ഓഫ് ഫാർമക്കോളജി, ഓപ്ഷൻ ബി റെപ്രസെന്റേറ്റീവ് ഓഫ് UGC, ഓപ്ഷൻ സി എ മെമ്പർ ഫ്രം ദ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ, ഓപ്ഷൻ ഡി ഡയറക്ടർ ഓഫ് ഡ്രഗ് ലബോറട്ടറി. അപ്പൊ ex-officio members ആരൊക്കെയാണെന്നും നോമിനേറ്റഡ് മെമ്പേഴ്സ് ആരൊക്കെയാണെന്നും ഇലക്ടഡ് മെമ്പേഴ്സ് ആരൊക്കെയാണെന്നും ഒക്കെ നമ്മൾ ഫാർമസി ആക്ടിന്റെ കാര്യത്തിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഇതിന്റെ ആൻസറിന് ഫർദർ എക്സ്പ്ലനേഷന്റെ ഒന്നും ആവശ്യമില്ല. ഓപ്ഷൻ ഡി ആണ്, ഡയറക്ടർ ഓഫ് CDL ആണ് കറക്റ്റ് ആൻസർ. ആൻഡ് ദെൻ casein is an example of. Casein is an example of. Option A nucleoprotein, option B phosphoprotein, option C chromoprotein, option D lipoprotein. അപ്പൊ casein എന്ന് പറയുന്നത് എന്തിന്റെ എക്സാമ്പിൾ ആണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ഫോസ്ഫോപ്രോട്ടീൻ ആണ്. കെസീൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫോസ്ഫോപ്രോട്ടീൻ ആണ്. അപ്പൊ ഇതിൽ ഓരോ ഓപ്ഷൻസ് എന്താണെന്ന് നോക്കാം. ന്യൂക്ലിയോപ്രോട്ടീൻ ഇറ്റ് ഇസ് എൻ ഇൻകറക്റ്റ് ഓപ്ഷൻ ആണ്. ബട്ട് ന്യൂക്ലിയോപ്രോട്ടീൻ എന്ന് പറയുന്നത് പ്രോട്ടീൻ കമ്പൈൻഡ് വിത്ത് ന്യൂക്ലിക് ആസിഡ്, അതായത് പ്രോട്ടീനും ന്യൂക്ലിക് ആസിഡും തമ്മിൽ കമ്പൈൻ ചെയ്യുന്നതാണ് ന്യൂക്ലിയോപ്രോട്ടീൻ എന്ന് പറയുന്നത്. ദെൻ ഫോസ്ഫോപ്രോട്ടീൻ എന്ന് പറയുന്നത് അതാണ് കറക്റ്റ് ആൻസർ. കെസീൻ ഈസ് എ ഫോസ്ഫോപ്രോട്ടീൻ മീനിങ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഇൻ ഇറ്റ് സ്ട്രക്ചർ. പ്രോട്ടീൻ അകത്ത് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വരുന്നതിന് അല്ലെങ്കിൽ ഫോസ്ഫേറ്റ് ഗ്രൂപ്പുമായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്ന പ്രോട്ടീൻസിനെയാണ് നമ്മൾ ഫോസ്ഫോപ്രോട്ടീൻ എന്ന് പറയാം. ദെൻ നെക്സ്റ്റ് ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ സി ക്രോമോപ്രോട്ടീൻ. ക്രോമോ എന്ന് മീൻസ് എന്താണ്, കളറാണ്. അതുകൊണ്ട് തന്നെ ക്രോമോപ്രോട്ടീൻ എന്ന് പറയുന്നത് പ്രോട്ടീൻ കമ്പൈൻഡ് വിത്ത് പിഗ്മെന്റ്സ്. കെസിന്റെ കാര്യത്തിൽ ഇത് ആപ്ലിക്കബിൾ അല്ല. ആൻഡ് ലിപ്പോപ്രോട്ടീൻ എന്ന് പറയുന്നത് എന്താണ്, പ്രോട്ടീൻ കോമ്പിനേഷൻ ഓഫ് പ്രോട്ടീൻ വിത്ത് ലിപ്പിഡ്സ്. അത് എന്താണ്, കെസിന്റെ കാര്യത്തിൽ ആപ്ലിക്കബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഫോസ്ഫോപ്രോട്ടീൻ ആണ് എന്ത്, കെസിൻ എന്ന് പറയുന്നത്. Then immunoglobulin found in lymphocyte surface of new. പുതുതായിട്ട് ഫോം ചെയ്ത ലിംഫോസൈറ്റിന്റെ സർഫസിൽ കാണപ്പെടുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ ഏതാണ്? അതായത് ഇമ്മ്യൂണോഗ്ലോബുലിൻ ഫൗണ്ട് ഇൻ ലിംഫോസൈറ്റ് സർഫസ് ഓഫ് ന്യൂ ലിംഫോസൈറ്റിന്റെ ആ ഒരു ന്യൂ എന്ന് പറഞ്ഞ ടേമാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. പുതിയ ലിംഫോസൈറ്റിന്റെ എന്താണ് സർഫസിൽ കാണപ്പെടുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ immunoglobulin D, option B immunoglobulin A, option C immunoglobulin M, and D of immunoglobulin G. Appo IgD is found in the surface of mature B cells. It serves as a receptor for antigen recognition and involved in the activation of new cell. അതായത് IgD എന്ന് പറയുന്നത് നമ്മുടെ മെച്ചർ ആയിട്ടുള്ള ബീറ്റാ ലിംഫോസൈറ്റ് ബി ലിംഫോസൈറ്റ്സിന്റെ, അതായത് ലിംഫോസൈറ്റിന്റെ സർഫസിൽ കാണപ്പെടുന്ന ഒരു ഇമ്മ്യൂണോഗ്ലോബുലിൻ തന്നെയാണ് IgD എന്ന് പറയുന്നത്. പക്ഷെ എന്താണ്, മെച്ചർ ആയിട്ടുള്ള ബി സെൽസിന്റെ സർഫസിലാണ് ഇത് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ അത് കറക്റ്റ് അല്ല. ഓക്കെ. ദെൻ immunoglobulin A is typically found in mucosal areas and it is secreted to protect mucous membrane, not commonly found in the surface of lymphocyte. IgA എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ മ്യൂക്കസ് മെംബ്രെയിന്റെ സർഫസിൽ കാണപ്പെടുന്നതാണ് IgA എന്ന് പറയുന്നത്. അത് മ്യൂക്കസ് മെംബ്രെയിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അതെന്താണ്, ലിംഫോസൈറ്റുമായിട്ടൊന്നും റിലേറ്റഡ് അല്ല. അപ്പൊ ഈ ഓരോ ഇമ്മ്യൂണോഗ്ലോബുലിനെ പറ്റി പഠിക്കുമ്പോഴും നമ്മൾ ഈ രീതിയിൽ കൂടെ അത് പഠിച്ചിരുന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിൽ ആ ന്യൂ ലിംഫോസൈറ്റ് എന്ന് പറയുന്നതാണ് എന്ത് കൂടുതൽ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അത് അറിയാത്ത ഒരാളെന്ന് പറയുമ്പോൾ ലിംഫോസൈറ്റിന്റെ സർഫസ് എന്ന് പറയുമ്പോൾ മേ ബി IgDയിലേക്ക് പോവാം. അപ്പൊ നമ്മൾ കുറച്ച് വാസ്റ്റ് ആയിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ ഇപ്പോഴത്തെ MCQസിന് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് ദെൻ ഓപ്ഷൻ സി എന്ന് പറയുന്ന IgM. ഇറ്റ് ഈസ് പ്രസന്റ് ഓൺ ദ സർഫസ് ഓഫ് ഇമ്മച്വർ ബി സെൽസ്. ഇറ്റ് പ്ലേ ദ റോൾ ഇൻ ഏർലി സ്റ്റേജസ് ഓഫ് ഇമ്മ്യൂൺ റെസ്പോൺസ്, പർട്ടിക്കുലർലി ഇൻ പ്രൈമറി ഇമ്മ്യൂൺ റെസ്പോൺസ് ഓഫ് ആന്റിജൻസ്. അതായത് പ്രൈമറി ഇമ്മ്യൂൺ റെസ്പോൺസിലൊക്കെ ഇൻവോൾവ് ചെയ്യുന്നതാണ് IgM എന്ന് പറയുന്നത്. അത് ഇമ്മച്വർ ആയിട്ട് പുതുതായിട്ട് ഫോം ചെയ്ത ന്യൂബോൺ ബി സെൽസിന്റെ സർഫസിൽ കാണപ്പെടുന്ന ഇമ്മ്യൂണോഗ്ലോബുലിനാണ് IgM എന്ന് പറയുന്നത്. ആൻഡ് ദെൻ IgG നോട്ട് ടിപ്പിക്കലി ഫൗണ്ട് ഇൻ ദ സർഫസ് ഓഫ് ലിംഫോസൈറ്റ്. ഇറ്റ് ഈസ് മോർ abundantly antibody in the blood and has various functions including neutralizing toxins and enhancing phagocytosis.
ടോക്സിൻസിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഫാഗോസൈറ്റോസിസ് എൻഹാൻസ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു എന്താണ് ഇമ്മ്യൂണോഗ്ലോബുലിനാണ് IgG എന്ന് പറയുന്നത്. അതെന്താണ് ലിംഫോസൈറ്റിന്റെ സർഫസിൽ കാണപ്പെടുന്നില്ല. അപ്പൊ നമ്മളിപ്പോ പഠിച്ചത് IgDയുടെ കാര്യം പഠിച്ചു, IgAയുടെ കാര്യം പഠിച്ചു, IgM ആൻഡ് IgG. IgD എന്ന് പറയുന്നത് മെച്ചർ ആയിട്ടുള്ള ബി സെൽസിനാണ്, അതായത് ഇമ്മെച്ചർ ആയിട്ടുള്ള ഇമ്മ്യൂൺ റെസ്പോൺസിനകത്ത് ഫർദർ ഈ ഇൻഫെക്ഷൻ ഒക്കെ വരുമ്പോഴത്തേക്ക് യൂസ് ചെയ്യുന്നതാണ് എന്താ IgA എന്ന് പറയുന്നത്. IgD എന്ന് പറയുന്നത്, IgA എന്ന് പറയുമ്പോൾ മ്യൂക്കോസൽ മെംബ്രെയിനിൽ മ്യൂക്കോസിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്, ലിംഫോസൈറ്റുമായിട്ടൊന്നും അതിന് റിലേഷൻ ഇല്ല. IgM എന്ന് പറയുന്നത് ഇമ്മെച്ചർ ആയിട്ടുള്ള ബീറ്റ സെൽസിലാണ് അത് കാണപ്പെടുന്നത്, പർട്ടിക്കുലർലി പ്രൈമർലി ഇമ്മ്യൂൺ റെസ്പോൺസ് ടു ആന്റിജൻ. ദെൻ IgG എന്ന് പറയുന്നത് എന്താണ്, സർഫസ് ഓഫ് ലിംഫോസൈറ്റിലൊന്നും അല്ല അത് കാണപ്പെടുന്നത്, ഫംഗ്ഷൻ എന്താണ് ബ്ലഡിലാണ് കാണപ്പെടുന്നത്. ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഫാഗോസൈറ്റോസിസ് കൂട്ടുക, ടോക്സിൻസിനെ ന്യൂട്രലൈസ് ചെയ്യുക. Then antigenic preparation made from extracellular toxin. Extracellular toxin നിന്നും പ്രിപ്പയർ ചെയ്യുന്ന ആന്റിജനിക് പ്രിപ്പറേഷൻ ഏതാണ്? ഓപ്ഷൻ എ വാക്സിൻസ്, ഓപ്ഷൻ ബി ടോക്സോയിഡ്സ്, ഓപ്ഷൻ സി എൻഡോടോക്സിൻ ആൻഡ് ഓപ്ഷൻ ഡി സെറ. ഏതാണ് ആൻസർ? എക്സ്ട്രാ സെല്ലുലാർ ടോക്സിൻസിൽ നിന്ന് കണ്ടുപിടിക്കുന്ന ഏതാണ്? യെസ്, ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ടോക്സോയിഡ് ആണ്. ഇതൊക്കെ നമ്മൾ മൈക്രോബയോളജിയിലൊക്കെ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. വാക്സിൻസും ടോക്സോയിഡ്സും എന്തൊക്കെയാണ്, അത് എവിടെ നിന്നാണ് പ്രിപ്പയർ ചെയ്യുന്നതും എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ഇങ്ങനെ പല തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഇതിൽ ഓരോ ഓപ്ഷൻ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. Vaccines are the antigenic preparation that stimulate the immune system to produce immune response. They are often contain weakened or inactivated forms of pathogens or their toxins to confer their immunity. അപ്പൊ ഈ ക്ലാസ്സുകൾ നമ്മൾ കാണേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഡ്യൂസിന്റെ ഒക്കെ പോലെയുള്ള ഏതെങ്കിലും ഒരു ഓൺലൈൻ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഓഫ്ലൈൻ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ടോപ്പിക്കുകളെല്ലാം പഠിച്ച ശേഷം ഇങ്ങനെയുള്ള MCQs അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്കറിയാം നമ്മൾ പഠിച്ച ടോപ്പിക്കുകളിൽ നിന്ന് ഏതൊക്കെ ഏരിയകൾ കൂടുതൽ ഫോക്കസ് ചെയ്യണം, അല്ലെങ്കിൽ റിവിഷനിൽ ഏതൊക്കെ ഏരിയകൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തണമെന്നും, അതുപോലെ ഇതൊരു റിവിഷൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനാണ്. അപ്പൊ ഇതെല്ലാം നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. നമ്മൾ PSC എക്സാമ്പിൾ എഴുതിയിട്ടുള്ളവരാണ്, ഇനി എഴുതാൻ പോകുന്നവരാണ്. അപ്പൊ നമ്മളിതെല്ലാം പഠിച്ച കാര്യങ്ങളാണ്. ജസ്റ്റ് നമ്മൾ ഇതിന്റെ ആൻസറും അതിന്റെ ഓപ്ഷൻസ് ഡീറ്റെയിൽ ചെയ്ത് നോക്കുമ്പോഴേക്കും നമുക്കിതൊരു റിവിഷൻ ആയിട്ടുകൂടെ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ വാക്സിൻസ് എന്ന് പറഞ്ഞത് ഒരു ആന്റിജനിക് പ്രിപ്പറേഷൻ ആണ്. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ആന്റിജൻ, നമ്മുടെ എന്താണ് ആർട്ടിഫിഷ്യൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ആ ഒരു ഇതിലേക്ക് എടുക്കാവുന്നതാണ് വാക്സിൻസ് എന്ന് പറഞ്ഞത്. അതായത് വാക്സിൻസ് കൊടുക്കുമ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ നമ്മൾ ബൂസ്റ്റ് ചെയ്യാണ്, പക്ഷെ അതൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു പാത്തോജനിക് അറ്റാക്ക് അല്ലല്ലോ, നമ്മൾ പുറമേ നിന്ന് കൊടുക്കുന്ന ഒരു ഇനാക്ടിവേറ്റഡ് അല്ലെങ്കിൽ വീക്കെൻഡ് ആയിട്ടുള്ള ഒരു പാത്തോജനാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു ആർട്ടിഫിഷ്യൽ മെത്തേഡാണ്. അപ്പോൾ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി, പാസീവ് ഇമ്മ്യൂണിറ്റി ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ വാക്സിൻസ് എന്ന് പറയുന്നത് ഇനാക്ടിവേറ്റഡ് ഓർ അറ്റനുവേറ്റഡ് പാത്തോജൻസിനെ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അതൊന്നും എന്താണ് എക്സ്ട്രാ സെല്ലുലാർ മെത്തേഡ് അല്ല, ആ ഒരു ഓർഗാനിസത്തെ ഇറ്റ്സെൽഫ് ആയിട്ടാണ് കൊടുക്കുന്നത്, ഇനാക്ടിവേറ്റഡ് ഫോമിലാണ് കൊടുക്കുന്നത് മാത്രം. ദെൻ ടോക്സോയിഡ്സ്, അതാണ് കറക്റ്റ് ആൻസർ. ടോക്സോയിഡ്സ് ആർ ദ മോഡിഫൈഡ് ടോക്സിൻസ് ദാറ്റ് ഹാവ് ബീൻ ട്രീറ്റഡ് ടു റിമൂവ് ദെയർ ടോക്സിസിറ്റി വൈൽ റിറ്റൈനിങ് ദെയർ ആന്റിജനിക് പ്രോപ്പർട്ടി. ദേ ആർ യൂസ്ഡ് ഇൻ വാക്സിൻസ് ടു ഇൻഡ്യൂസ് ഇമ്മ്യൂൺ റെസ്പോൺസ് once against the toxins. അതായത് എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ്, അതായത് ആന്റിജനിക് ആയിട്ടുള്ള സബ്സ്റ്റൻസുകളെ മാത്രമാണ് ടോക്സിസിറ്റിയെ റിമൂവ് ചെയ്തിട്ട് ആന്റിജനിക് പ്രോപ്പർട്ടി മാത്രം റീറ്റെയിൻ ചെയ്യും. മേ ബി എക്സ്ട്രാ സെല്ലുലാർ ആയിട്ടുള്ള ആ ഒരു പാർട്ട് ആയിരിക്കും കൊടുക്കുക. ഓക്കെ, അപ്പോൾ ടോക്സോയിഡ്സ് ആണ് കറക്റ്റ് ആൻസർ. ദെൻ endotoxins, അത് incorrect answer ആണ്. Endotoxins are the component outer membrane of certain bacteria are not extracellular toxins. അതായത് components of outer membrane of the bacteria, അതായത് ബാക്ടീരിയ ഇന്റേണലി പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഔട്ടർ സെൽ മെംബ്രെയിനിലൂടെ പുറത്ത് കളയുന്ന സബ്സ്റ്റൻസുകളാണ് നമ്മൾ എൻഡോടോക്സിൻ എന്ന് പറയുന്നത്. അതെന്താണ് എക്സ്ട്രാ സെല്ലുലാർ ടോക്സിൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. മേ ബി കോൺട്രിബ്യൂട്ട് ഇമ്മ്യൂൺ റെസ്പോൺസ് ഡ്യൂറിങ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ്. അപ്പൊ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിന് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ റെസ്പോൺസ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു സബ്സ്റ്റൻസ് തന്നെയാണ് ഇത് എൻഡോടോക്സിൻ എന്ന് പറയുന്നത്. ദെൻ സെറ എന്ന് പറയുന്നത് എന്താണ്? ബ്ലഡ് സെറമാണ്. ആന്റിബോഡി, ഇറ്റ് ഈസ് നോട്ട് ആൻ ആന്റിജനിക് പ്രിപ്പറേഷൻ. അത് നമ്മൾ പാസീവ് ഇമ്മ്യൂണിറ്റിയിലാണ് ഇത് സെറ ഒക്കെ നമ്മൾ സപ്ലൈ ചെയ്യാം. The enzyme which used in the treatment of leukemia, ലുക്കീമിയക്ക് യൂസ് ചെയ്യുന്ന, ലുക്കീമിയയുടെ ട്രീറ്റ്മെന്റിന് യൂസ് ചെയ്യുന്ന എൻസൈം ഏതാണ്? ഓപ്ഷൻ എ യൂറോകൈനേസ്, ഓപ്ഷൻ ബി സ്ട്രെപ്റ്റോകൈനേസ്, ഓപ്ഷൻ സി അസ്പാർജിനേസ് ആൻഡ് ഓപ്ഷൻ ഡി പെപ്സിൻ. ലുക്കീമിയയുടെ ട്രീറ്റ്മെന്റിന് യൂസ് ചെയ്യുന്ന ഒരു എൻസൈം ഏതാണ്? ഓപ്ഷൻ
സി ആണ്, അസ്പാർജിനേസ് ആണ്. ലുക്കീമിയ എന്ന് പറയുന്നത് നമുക്കറിയാം അൺകൺട്രോൾഡ് സെൽ ഡിവിഷൻ ആണ്. WBCയുടെ അൺകൺട്രോൾഡ് കൗണ്ട് ആണ് ലുക്കീമിയ എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് എടുത്ത കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ എ, യൂറോകൈനേസ് ഈസ് യൂസ്ഡ് ടു ബ്രേക്ക് ഡൗൺ ദ ബ്ലഡ് ക്ലോട്ട് ആൻഡ് നോട്ട് സ്പെസിഫിക്കലി എംപ്ലോയിഡ് ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് ലുക്കീമിയ. യൂറോകൈനേസ് എന്ന് പറയുന്നത് ബ്ലഡ് ക്ലോട്ടിനെ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗ് ആണ്. ലുക്കീമിയുടെ ട്രീറ്റ്മെന്റ് അത് യൂസ് ചെയ്യുന്നില്ല. ആൻഡ് ദെൻ സ്ട്രെപ്റ്റോകൈനേസ് ഈസ് ആൻ used as a clot dissolving agent. It is not used as leukemia treatment. Streptokinase എന്താണ്, clot dissolving agent തന്നെയാണ്. അത് നമുക്ക് leukemia treatment യൂസ് ചെയ്യാൻ പറ്റില്ല. Then asparginase എന്ന് പറയുന്നത് അതാണ് correct answer. Asparginase is an enzyme that used in the treatment of leukemia to work by depleting the level of asparginase in the blood, which is essential for the survival and proliferation of leukemia cells. By reducing the asparginase help to inhibit the growth of leukemia cells. അതായത് നമ്മുടെ ബോഡിയിൽ അസ്പാർജിൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡിന്റെ പ്രസന്റ് ഉണ്ടെങ്കിൽ മാത്രമേ WBC എന്താണ് ഡിവിഷനും പ്രോറിഫറേഷനും ഒക്കെ സഹായിക്കാൻ പറ്റൂ. അപ്പൊ അസ്പാർജിനേസ് എന്ന് പറയുന്ന എൻസൈം ചെയ്യുന്നത് ഈ അസ്പാർജിൻ എന്ന് പറയുന്ന ആ ഒരു അമിനോ ആസിഡിനെ ഡീഗ്രേഡ് ചെയ്ത് കളയും. അപ്പോൾ ലിംഫോസൈറ്റിന്റെ അൺകൺട്രോൾഡ് ഡിവിഷനെ നമുക്ക് കുറച്ചും കൂടെ എന്തെങ്കിലും ഇൻഹിബിറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ഡ്രഗാണ് അസ്പാർജിൻ. ദെൻ പെപ്സിൻ എന്ന് പറയുന്ന എന്തൊരു ഡൈജസ്റ്റീവ് എൻസൈം ആണ്. അതും എന്ത് ലുക്കീമിയുടെ ട്രീറ്റ്മെന്റിന് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ പലതരം എൻസൈമുകൾ ഇതായിരുന്നു പഠിച്ചു. അപ്പൊ ഈ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എൻസൈമിന്റെ ക്ലാസിഫിക്കേഷൻസും കൂടെ കുറച്ച് ഫോക്കസ് ചെയ്യാവുന്നതാണ്. Then 1 teaspoon full. അപ്പൊ നമ്മൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് മെട്രിക് സിസ്റ്റവും നമ്മുടെ ഇപ്പൊ നമ്മൾ കറന്റ് യൂസ് ചെയ്യുന്ന സിസ്റ്റംസ് ഓഫ് എന്താണ് അളവുകളുടെ ഓരോരോ സിസ്റ്റംസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ 1 ടീസ്പൂൺ ഫുൾ എന്ന് പറയുന്നത് എത്ര ml ആണെന്നാണ് ചോദിക്കുന്നത്. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, 4 ml ആണ്. 4 ml ആണ്. 1 ടീസ്പൂൺ ഫുൾ ഈസ് 4 ml. ഓക്കെ, അത് നമ്മൾ ഇൻബിൽറ്റ് ആയിട്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതിന് ഫർദർ എക്സ്പ്ലനേഷന്റെ ആവശ്യമൊന്നുമില്ല. Then the drug consists in full or in all or in a part or any felty putrid or decomposed substance. അതായത് ഒരു ഡ്രഗിനകത്ത് ഫുള്ളായിട്ടോ അല്ലെങ്കിൽ പാർഷ്യലി ആയിട്ടോ അല്ലെങ്കിൽ ആ ഒരു ഡ്രഗിന്റെ പാർട്ടിൽ ഏതെങ്കിലും ഒരു പാർട്ടിൽ മാത്രമേ പ്യൂട്രിഡ് എന്ന് പറഞ്ഞാൽ ഡീകമ്പോസ്ഡ് എന്ന് തന്നെയാണ്. അതായത് എക്സോസ്റ്റഡ് ഡ്രഗ്സ് എന്ന് പറഞ്ഞ ഒരു മീനിങ്ങിൽ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ്. ഡീകമ്പോസ്ഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഉള്ളതിനെ എന്ത് പേരിലാണ് പറയുന്നത്? ഓപ്ഷൻ എ അഡൾട്രേറ്റഡ് ഡ്രഗ്, ഓപ്ഷൻ ബി സ്പ്യൂരിയസ് ഡ്രഗ്, ഓപ്ഷൻ സി മിസ്ബ്രാൻഡഡ് ഡ്രഗ് ആൻഡ് ഓപ്ഷൻ ഡി പേറ്റന്റ് ഡ്രഗ്. അതായത് എന്താണ്, ഒരു ഡ്രഗിന്റെ ഫുൾ പാർട്ടിലോ അല്ലെങ്കിൽ ഹോൾ പാർട്ടോ അല്ലെങ്കിൽ കുറച്ചായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിൽ മാത്രമോ ഡീകമ്പോസ്ഡ് ഡ്രഗ്സിനുള്ളതിനെയാണ് എന്ത് അഡൾട്രേറ്റഡ് ഡ്രഗ്സ് എന്ന് പറയുന്നത്. അഡൾട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇമ്പ്യൂരിറ്റി അല്ലെങ്കിൽ എക്സോസ്റ്റഡ് ഡ്രഗ്സിനെ ആഡ് ചെയ്യുന്ന ആ ഒരു പോർഷൻ ആണ് അഡൾട്രേറ്റഡ് ഡ്രഗ്. ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ടിൽ ഇതിന്റെ എല്ലാത്തിന്റെ ഡെഫിനിഷൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ആ ക്ലാസ്സുകൾ നന്നായിട്ട് കേൾക്കുക. നമ്മുടെ ജൂറിസ്പ്രുഡൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സബ്ജക്ട് തന്നെയാണ്. ഓക്കെ, ഇനി അത് എന്തൊക്കെയാണെന്ന് നോക്കാം. അഡൾട്രേറ്റഡ് ഡ്രഗ്, ദിസ് റെഫർ ടു ആസ് എ ഡ്രഗ് ദാറ്റ് കണ്ടെയ്ൻ ഇമ്പ്യൂരിറ്റീസ് ഓർ സബ്സ്റ്റൻസ് നോട്ട് ലിസ്റ്റഡ് ഓൺ ദ ലേബൽ കോംപ്രമൈസിംഗ് ദ ക്വാളിറ്റി ഓർ സേഫ്റ്റി. അതായത് ഒരു ഡ്രഗിന്റെ ലേബലിൽ ഉൾപ്പെടാത്ത എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസ് നമ്മുടെ ആ ഡ്രഗിന്റെ സേഫ്റ്റിയോ ക്വാളിറ്റിയോ ഒക്കെ നശിപ്പിക്കാൻ വേണ്ടി ആഡ് ചെയ്യുന്നതിനെ അഡൾട്രേഷൻ അല്ലെങ്കിൽ അഡൾട്രേറ്റഡ് ഡ്രഗ് എന്ന് പറയാം. ദെൻ സ്പ്യൂരിയസ് ഡ്രഗ്, സ്പ്യൂരിയസ് ഡ്രഗ് ഈസ് വൺ ദാറ്റ് ഫോൾസ് ലേബിൾഡ് ഓർ മിസ്ഇന്റർപ്രറ്റഡ്, ഓഫൻ കണ്ടെയ്നിങ് ഇൻകറക്റ്റ് ഇൻഗ്രീഡിയൻസ് ഓർ ലാക്കിംഗ് ദ ക്ലെയിംഡ് മെഡിസിനൽ പ്രോഡക്റ്റ്. അതായത് സ്പ്യൂരിയസ് ഡ്രഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോൾസ്ലി ലേബിൾഡ് ആണ്. സ്പ്യൂരിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോൾസ്ലി ലേബിൾഡ് ഓർ മിസ്റെപ്രസെന്റഡ്. അതായത് ഫോൾസ്ലി ലേബിൾഡ് ആയിട്ട് അല്ലെങ്കിൽ മിസ്റെപ്രസെന്റഡ്, അതായത് എന്തെങ്കിലും ഒരു സാധനം ഇല്ലാത്തതിനെ ഉണ്ട് എന്ന് കാണിക്കുന്നതിനാണ് എന്ത് സ്പ്യൂരിയസ് എന്ന് പറയുന്നത്. അതായത് ഇൻകറക്റ്റ് ഇൻഗ്രീഡിയന്റിനുള്ളതിനാണ് അല്ലെങ്കിൽ ലാക്കിംഗ് ദ ക്ലെയിംഡ് ഇൻഗ്രീഡിയൻസ്. പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതിൽ ഇല്ലാതിരിക്കുക അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറയുക, അതാണ് എന്ത് സ്പ്യൂരിയസ് ഡ്രഗ് എന്ന് പറയാം. Then misbranded drug, it applies the drug with labeling or packaging that misleading or incorrect, doesn't comply with the regulatory standards. Misbranded എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ബ്രാൻഡ് ഒരു മിസ്ലീഡിംഗ് ആയിട്ടുള്ള ലേബലിംഗും പാക്കേജിങ്ങും മിസ്ലീഡിംഗ് ആയിട്ടുള്ളതിനെയാണ് മിസ്ബ്രാൻഡഡ് ഡ്രഗ് എന്ന് പറയുന്നത്. അതായത് റെഗുലേറ്റഡ് സ്റ്റാൻഡേർഡിലുള്ള സബ്സ്റ്റൻസുകൾ അതിൽ ഇല്ലാതിരിക്കുക. ഡ്രഗ്സ് ലേബലിംഗ് ഓർ പാക്കേജിങ് ഈസ് മിസ്ലീഡിംഗ്, അതായത് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന അല്ലെങ്കിൽ ആ ആക്ഷൻസ് തരും എന്ന് പറയുന്നത് മിസ്ലീഡിംഗ് ആയിട്ടുള്ള നമ്മുടെ പേഷ്യൻസിനെ മിസ്ലീഡ് ചെയ്യുന്ന ഒരു ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ഒരു ലേബലിങ്ങിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അങ്ങനെയുള്ളതിനെയാണ് എന്ത് മിസ്ബ്രാൻഡഡ് എന്ന് പറയാം. ദെൻ പേറ്റന്റ് ഡ്രഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പേറ്റന്റ് പ്രൊപ്രൈറ്ററി മെഡിസിൻസ് നമുക്കറിയാം, പേറ്റന്റ് ലാ അനുസരിച്ചുള്ള ഡ്രഗുകളാണ് എന്ത് പേറ്റന്റ് ഡ്രഗ്.
Then the standard of disinfectant fluids coming under. Standards of disinfectant fluid coming under. Option A Schedule O, B Schedule M, C Schedule P, and option D Schedule 8. ഏതാണ്? ഓപ്ഷൻ എ ആണ്, ഷെഡ്യൂൾ ഒ ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ ബാക്കി ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഷെഡ്യൂൾ എം എന്ന് പറയുന്നത് എന്താണ്? ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ് ഓഫ് അലോപ്പത്തിക് മെഡിസിൻസ് ആണ്. ഷെഡ്യൂൾ പി എന്ന് പറയുന്നത് എന്താണ്? ഷെൽഫ് ലൈഫ് ഓഫ് ഡ്രഗിനെ കുറിച്ചാണ് പറയുന്നത്. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് എന്താണ്? ന്യൂ ഫാർമസി റീറ്റെയിൽ സ്റ്റോർ തുടങ്ങാൻ വേണ്ട എന്താണ് എസെൻഷ്യൽ ക്രൈറ്റീരിയസിനെ കുറിച്ചൊക്കെയാണ് അതിൽ പറയാം. അപ്പൊ ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ടിന്റെ ഓരോ ഷെഡ്യൂളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കണം. Which vitamin is known as anti-sterility factor? Anti-sterility factor എന്ന് പറയുന്നത് ഏത് വൈറ്റമിൻ ആണ്? ഓപ്ഷൻ എ വൈറ്റമിൻ കെ, ഓപ്ഷൻ ബി വൈറ്റമിൻ ഇ, ഓപ്ഷൻ സി വൈറ്റമിൻ ഡി, ആൻഡ് ഓപ്ഷൻ ഡി വൈറ്റമിൻ എ. അപ്പൊ അതിന്റെ കറക്റ്റ് ആൻസർ ഏതാണ്? ആന്റി സ്റ്റെറിലിറ്റി ഫാക്ടർ. ഓപ്ഷൻ ഇ ആണ് കറക്റ്റ് ആൻസർ, ആന്റി സ്റ്റെറിലിറ്റി ഫാക്ടർ. ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ കെ ആണ്. ബ്ലഡ് ക്ലോട്ടിങ്ങിനും അതുപോലെ തന്നെ നമ്മുടെ ബോൺ മെറ്റബോളിസത്തിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു എസെൻഷ്യൽ ഇൻഗ്രീഡിയന്റ് ആണ് വൈറ്റമിൻ കെ എന്ന് പറയുന്നത്. വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് എന്താണ്? കാൽഷ്യം അബ്സോർപ്ഷന് വേണ്ടിയിട്ടും ബോൺ ഹെൽത്തിന് വേണ്ടിയിട്ടും പ്രോപ്പർ ലെവൽസ് ഓഫ് കാൽഷ്യം ആൻഡ് ഫോസ്ഫറസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. വൈറ്റമിൻ ഇ ആണ് റെഫർഡ് ടു ആസ് ആന്റി സ്റ്റെറിലിറ്റി ഫാക്ടർ ബിക്കോസ് ഇറ്റ്സ് റോൾ ഇൻ ഫെർട്ടിലിറ്റി ആൻഡ് ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, particularly in maintaining the integrity of cell membrane, which is crucial for the development of healthy egg and sperm. വൈറ്റമിൻ എ എന്ന് പറയുന്നത് വിഷനും ഇമ്മ്യൂൺ ഫംഗ്ഷനും സ്കിൻ ഹെൽത്തിനും വേണ്ടിയിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ്. അപ്പൊ വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് എന്താണ്? ആന്റി സ്റ്റെറിലിറ്റി ഫാക്ടർ ആണ്. അതായത് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു എൻസൈം ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. മേജർ എന്താണ്? ഇന്റഗ്രിറ്റി ഓഫ് സെൽ മെംബ്രെയിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, അതായത് ഹെൽത്തിയർ ആയിട്ടുള്ള എഗ്ഗുകളും സ്പെർമുകളും പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താ ചെയ്യുക? വൈറ്റമിൻ ഇ യൂസ് ചെയ്യുക. അതിന് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് വിഷന് വേണ്ടിയിട്ടും അതുപോലെ പോലെ നമ്മുടെ ഇമ്മ്യൂൺ ഫംഗ്ഷന് വേണ്ടിയിട്ടും സ്കിൻ ഹെൽത്തിനും ഒക്കെ വേണ്ടിയിട്ടുള്ളതാണ് വൈറ്റമിൻ എ എന്ന് പറയാം. ദെൻ സോഡിയം ക്ലോറൈഡ് ഇഞ്ചക്ഷൻ IP കണ്ടെയ്ൻ. സോഡിയം ക്ലോറൈഡ് ഇഞ്ചക്ഷൻ IP കണ്ടെയ്ൻ കോൺസെൻട്രേഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ് ആണ്. ഇത് ഫാർമസി പഠിച്ചിട്ടുള്ള എല്ലാവർക്കും വളരെ കാണാതറിയാവുന്ന ഒരു ആൻസർ തന്നെയാണ്. അപ്പൊ അതിന് ആൻസർ എന്ന് പറയുന്നത് 0.9% സോഡിയം ക്ലോറൈഡ് ആണ്. എന്ത്? സോഡിയം ക്ലോറൈഡ് ഇഞ്ചക്ഷൻ IP കണ്ടെയ്ൻ. ആൻഡ് ഒപ്പേക് കവറിംഗ് ഏജന്റ് യൂസ്ഡ് ഇൻ ബ്ലീച്ചസ്. ബ്ലീച്ചസിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഒപ്പേക് കവറിംഗ് ഏജന്റ് ഏതാണ്? ഒപ്പാസിഫയിങ് ഏജന്റ് ഏതാണെന്ന്. ഓപ്ഷൻ എ കാറ്റഗോൾ, ഓപ്ഷൻ ബി ക്വിനോളിൻ, ആൻഡ് ഓപ്ഷൻ ഡി ടൈറ്റാനിയം ഡയോക്സൈഡ്, ആൻഡ് ഓപ്ഷൻ ഡി ഹൈഡ്രജൻ പെറോക്സൈഡ്. അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ്, ടൈറ്റാനിയം ഡയോക്സൈഡ്. ടൈറ്റാനിയം ഡയോക്സൈഡ് is act as an opaque covering agent in bleaches, providing whiteness and brightness to the treated material. ഓക്കെ, നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. നമ്മുടെ സ്യൂട്ടിക്സിൽ പലയിടത്തും എടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത് ടൈറ്റാനിയം ഡയോക്സൈഡ്. ദെൻ ക്വിനോളിൻ not typically used as an opaque covering agent in bleaches. Quinoline is a heterocyclic compound with various application, but it is not commonly associated with the bleaching. Bleaching ആയിട്ടൊന്നും ഒരു ആക്ഷൻ ഇല്ലാത്ത ഒരു ഡ്രഗ് ആണത്. ഓക്കെ, Catechol is not typically a compound of bleaching agent. It is a phenolic compound, antioxidant property. Antioxidant property ഉള്ള ഒരു phenolic compound ആണ് എന്ത്? നമ്മുടെ catechol എന്ന് പറയുന്നത്. Quinoline എന്ന് പറഞ്ഞാൽ എന്താണ്? Heterocyclic compound ആണ്. ഓക്കെ, then hydrogen peroxide is a agent used in bleaching, പക്ഷെ opaque covering agent അല്ല. It is bleaching agent often employed to remove color from fabrics and surfaces. നമ്മുടെ സർഫസുകളിൽ നിന്നും ഫാബ്രിക്സിൽ നിന്നും കളർ റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ബ്ലീച്ചിങ് ഏജന്റ് ആണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. പക്ഷെ അവിടെ എന്താണ്? opaque covering agent അല്ല. ഓക്കെ, then which of the following dryer is known as lyophilizer? Lyophilizer എന്നറിയപ്പെടുന്നത് ഏത് ഡ്രയറിനെയാണ്? അപ്പൊ ആ സ്യൂട്ടിക്സിന്റെ ആ ഒരു പ്രൊഡക്ഷൻ ഓഫ് ടാബ്ലറ്റിന്റെ ആ ഒരു പോർഷനിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നേരത്തെ നമ്മൾ ആ ക്വസ്റ്റ്യൻ കണ്ടിരുന്നു. ഓപ്ഷൻ എ ഡ്രം ഡ്രയർ, ഓപ്ഷൻ ബി ഫ്ലൂയിഡൈസ്ഡ് ബെഡ് ഡ്രയർ, ഓപ്ഷൻ സി ഫ്രീസ് ഡ്രയർ, ആൻഡ് ഓപ്ഷൻ ഡി സ്പ്രേ ഡ്രയർ. അപ്പൊ ലയോഫിലൈസർ എന്ന് പറയുന്നത് ഏത് ഏത് ഡ്രയർ ആണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഫ്രീസ് ഡ്രയർ ആണ്. അപ്പൊ ലയോഫിലൈസർ ഈസ് ഓൾസോ കോൾഡ് ഫ്രീസ് ഡ്രയർ. ഡ്രം ഡ്രയർ ഇറ്റ് ഇസ് യൂസ്ഡ് ഫോർ ഡ്രൈയിങ് ലിക്വിഡ്സ് ഓർ സ്ലറി മെറ്റീരിയൽ ബൈ റൊട്ടേറ്റിംഗ് ദം ഇൻ എ ഇൻക്ലൈൻഡ് ഹീറ്റഡ് ഡ്രം ടു ഫെസിലിറ്റേറ്റ് ഡ്രൈയിങ്. അപ്പൊ നമ്മുടെ ഡ്രം ഡ്രയറിന്റെ കാര്യം നമുക്ക് അറിയാവുന്നതാണ്. ഒരു ഡ്രം ഉണ്ടാവും, അതിനകത്ത് എന്താ സ്ലറി ഒക്കെ നമ്മൾ അല്ലെങ്കിൽ നമുക്ക് എന്താണോ ഹീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഡ്രൈ ചെയ്ത് എടുക്കേണ്ടത് അത് അതിനകത്ത് നമ്മൾ കോട്ട് ചെയ്യും. അതിനകത്ത് എന്തായാലും ഹീറ്റിംഗ് ആയിരിക്കും. അങ്ങനെ ഡ്രൈ ചെയ്യുന്നതാണ് ഡ്രം ഡ്രയർ.
Then fluidized blood dryer എന്ന് പറയുന്നത് it involves suspending solid particle in a stream of air or gas, promoting efficient drying by increasing the surface area of material. അതായത് നമ്മുടെ സബ്സ്റ്റൻസിനെ നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്റ്റീം ഓഫ് എയറിൽ സസ്പെൻഡ് ചെയ്തിരിക്കും. അടിയിൽ നിന്ന് ചൂട് കാറ്റുണ്ടാവും, നമ്മുടെ ഡ്രൈ ചെയ്യേണ്ട സാധനത്തിന് എന്ത് ചെയ്യും, നമ്മൾ അവിടെ സസ്പെൻഡ് ചെയ്തിടും. അങ്ങനെ സർഫസ് ഏരിയ കൂട്ടി ഡ്രൈ ചെയ്തിടുന്ന ഒരു രീതിയാണ് എന്ത്, ഫ്ലൂയിഡൈസ്ഡ് ബെഡ് ഡ്രയർ എന്ന് പറയാം. Then freeze dryer is also known as lyophilizer. It operates by freezing the material and then reducing the surrounding pressure, allowing the frozen water to sublime directly to vapor, leaving the material dry. അപ്പോൾ ലയോഫിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സബ്സ്റ്റൻസ്, അപ്പൊ സബ്ലിമേഷനെയാണ് എന്ത് ലയോഫിലൈസേഷൻ എന്ന് പറയുന്ന ഒരു ടേം കൊണ്ട് കോയിൻ ചെയ്യുന്നത്. അതായത് ഒരു സബ്സ്റ്റൻസിലുള്ള വാട്ടറിനെ നമ്മൾ ഫ്രോസൺ ചെയ്യുന്നു, ഐസ് ആക്കി മാറ്റുന്നു. എന്നിട്ട് സറൗണ്ടിങ് പ്രഷർ കുറച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് ഇതിനെ നമ്മൾ ഡയറക്ട്ലി വേപ്പറായിട്ട് മാറ്റിയിട്ട് നമ്മുടെ സബ്സ്റ്റൻസ് അവിടെ എന്ത് ചെയ്യുന്നു, ഒരു ഡ്രൈഡ് കണ്ടീഷനിൽ കിട്ടുന്നു. വാട്ടറിനെ ഐസ് ആയിട്ട് മാറ്റിയിട്ട് സബ്ലൈം ചെയ്ത് മാറ്റുന്ന, സബ്ലൈം അല്ല, ഹീറ്റിംഗ് അല്ല ഉദ്ദേശിക്കുന്നത്, ലയോഫിലൈസേഷൻ ആണ്. ഓക്കെ, ടെമ്പറേച്ചർ യൂസ് ചെയ്തുകൊണ്ട്, ടെമ്പറേച്ചർ കുറച്ചുകൊണ്ട് ഐസിനെ ഡയറക്ട്ലി വേപ്പറായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ ഫ്രീസ് ഡ്രയറിനെ എന്താ ലയോഫിലൈസർ എന്ന് പറയാം. Then spray dryer. It is used to convert liquid or slurry to powder form by spraying material with a hot gas steam, promoting the rapid evaporation and drying. നമ്മുടെ ഫ്ലൂയിഡൈസ്ഡ് ബ്രെഡ് ഡ്രയറിന്റെ കാര്യം തന്നെ പറയുന്ന പോലെ, പക്ഷെ അവിടെ എന്താണ്, ഒരു സ്റ്റീം ഓഫ് എയറിൽ നമ്മൾ സബ്സ്റ്റൻസിനെ നമ്മൾ സസ്പെൻഡ് ചെയ്തിടുകയാണ്. ഇവിടെ എന്ന് പറയുന്നത് ഹോട്ട് എയറിലോട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഡ്രൈ ചെയ്തെടുക്കുന്നതാണ് എന്ത്, സ്പ്രേ ഡ്രയർ എന്ന് പറയാം. Then autoclaving of ampule in a dye bath as, അതായത് നമ്മുടെ ഡൈ ബാത്തിനകത്ത് നമ്മൾ ആംപ്യൂൾസിനെ ഇമേഴ്സ് ചെയ്ത് വെച്ചിട്ട് ഓട്ടോക്ലേവ് ചെയ്യുന്നത് ഏത് മെത്തേഡിലാണെന്നാണ് പറയുന്നത്. ഇതേ പോർഷനിൽ നിന്ന് 2022 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, കുറച്ച് വെറൈറ്റി ആയിട്ടാണെന്ന് മാത്രം. ഓക്കെ, ഓപ്ഷൻ എ ക്ലാരിറ്റി ടെസ്റ്റിംഗ്, ഓപ്ഷൻ ബി ലീക്കർ ടെസ്റ്റിംഗ്, ഓപ്ഷൻ സി പൈറജൻ ടെസ്റ്റിംഗ് ആൻഡ് ഓപ്ഷൻ ഡി സ്റ്റെറിലിറ്റി ടെസ്റ്റിംഗ്. നമുക്കറിയാം ഡൈ സൊല്യൂഷനിൽ ആംപ്യൂൾസിനെ ഇമേഴ്സ് ചെയ്ത് വെച്ചിട്ട് ഓട്ടോക്ലേവ് ചെയ്യുന്ന എവിടെയാണ്, ലീക്കർ ടെസ്റ്റിലാണ്. ഓക്കെ, ഇനി അതിന്റെ ഓരോ ഓപ്ഷന്. ക്ലാരിറ്റി ടെസ്റ്റിംഗ്, ക്ലാരിറ്റി ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു ഡ്രഗിന്റെ ക്ലാരിറ്റിയാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുക, ഓട്ടോക്ലേവിംഗ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യുക, സൊല്യൂഷൻ ഇങ്ങനെ പിടിച്ച് നോക്കും, അപ്പൊ അതിനകത്ത് എന്തെങ്കിലും ഫോറിൻ പാർട്ടിക്കിൾസ് ഉണ്ടോ എന്ന് നമ്മൾ കൺഫേം ചെയ്യുന്നതാണ് എന്ത്, ക്ലാരിറ്റി ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിന് ശേഷം. And then pyrogen testing എന്ന് പറയുന്ന ടെസ്റ്റ് conducted to ensure that the autoclaving processes efficiently eliminate the pyrogen which are ever inducing substances that crucial for ensuring the safety of injectable pharmaceuticals. Injectable pharmaceuticals ന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പൈറജൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. സ്റ്റെറിലിറ്റിയിലൂടെ പൈറജൻസിനെ ഡിസ്ട്രക്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നാണ് അവിടെ നോക്കുന്നത്. ഓക്കെ, ദെൻ ലീക്കർ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മളിവിടെ ചെയ്യുന്നത് എന്താണ്, ഡ്രഗിനെ, അതായത് ആംപ്യൂൾ, സീൽ ചെയ്ത ആംപ്യൂളിനെ ഡ്രൈ സൊല്യൂഷനിൽ നമ്മൾ ഡിപ്പ് ചെയ്തിട്ടിട്ട് നമ്മൾ ഓട്ടോക്ലേവ് ചെയ്യും. അപ്പൊ അവിടുത്തെ ആ പ്രഷർ കൊണ്ട് ഡൈ സൊല്യൂഷൻ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ സൊല്യൂഷന്റെ കളർ മാറും. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ലീക്കിംഗ് ഉണ്ടോ, ആംപ്യൂൾസിന് ലീക്കിംഗ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇതെല്ലാം നമ്മൾ ഫാർമസ്യൂട്ടിക്കൽ പ്രിപ്പറേഷൻസിന്റെ കാര്യത്തിൽ സ്യൂട്ടിക്സിൽ പറഞ്ഞതാണ്. ദെൻ സ്റ്റെറിലിറ്റി ടെസ്റ്റിംഗ്, ഇറ്റ് ഫോക്കസ് ഓൺ ഡിറ്റർമിനിങ് ദ ആബ്സെൻസ് ഓഫ് വയബിൾ മൈക്രോ ഓർഗാനിസം ആസ് എ സാമ്പിൾ, ensuring that autoclaving process has successfully utilized that is sterilizing ampules. സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിന്റെ എഫിക്കസിയെ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റെറിലിറ്റി ടെസ്റ്റിംഗ്. അതിന് കുറെ മെത്തേഡുകൾ ഉണ്ടെന്നൊക്കെ നമ്മൾ സ്യൂട്ടിക്സിൽ പഠിച്ചിട്ടുണ്ട്. Then 39th question, high count of WBC is an indication of. WBCയുടെ ഹൈ കൗണ്ട് ഏത് രോഗത്തെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഓപ്ഷൻ എ ഇൻഫ്ലുവൻസ, ഓപ്ഷൻ ബി മീസിൽസ്, ഓപ്ഷൻ സി ലുക്കീമിയ ആൻഡ് ഓപ്ഷൻ ഡി ടൈഫോയിഡ്. കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഏതാണ്, ഓപ്ഷൻ സി ആണ്, ലുക്കീമിയ ആണ് ഹൈ കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മീസിൽസ് എന്ന് പറയുന്ന വൈറൽ ഇൻഫെക്ഷൻ ദാറ്റ് കോസ് ഇൻക്രീസ് ഇൻ WBC കൗണ്ട് ഡ്യൂ ടു ദ ബോഡീസ് ഇമ്മ്യൂൺ റെസ്പോൺസ് ടു ദ വൈറസ്. അതായത് ബോഡിയുടെ ഇമ്മ്യൂൺ റെസ്പോൺസിന് പോലെ നോർമൽ ആയിട്ട് എന്ത് ചെയ്യും, WBC കൗണ്ട് മീസിൽസിൽ കൂടെ ഒരു വൈറൽ ഇൻഫെക്ഷൻ തന്നെയാണ്. പക്ഷേ ഹൈ കൗണ്ട് ഓഫ് WBC എന്ന് പറയുന്നത് എന്താണ്, ലുക്കീമിയയുടെ ഒരു ഇൻഡിക്കേഷൻ ആണ്. ആൻഡ് ദെൻ ടൈഫോയിഡ് ഫീവർ കോസ്ഡ് ബൈ ദ ബാക്ടീരിയം സാൽമണല്ല ടൈഫി ലീഡ്സ് ടു ആൻ എലിവേറ്റഡ് WBC കൗണ്ട് അറ്റ് ബോഡി ടൈപ്പ് ടു ഫൈറ്റ് ഇൻഫെക്ഷൻ. അപ്പൊ ഏത് രോഗത്തെടുത്താലും എന്താണ്, ഹൈ കൗണ്ട് ഓഫ് WBC ഉണ്ട്, ചെറുതായിട്ടൊരു ഹൈ കൗണ്ട് ഉണ്ടാവും, കാരണം നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂൺ റെസ്പോൺസിന്റെ ഭാഗമായിട്ട്. പക്ഷെ വളരെ എന്താണ്, ഹ്യൂജ് കൗണ്ട് ഓഫ് WBC എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ലുക്കീമിയ ആണ്. ഓക്കെ, then example of antioxidant. Antioxidant ഒരു എക്സാമ്പിൾ ഏതാണ്? ഓപ്ഷൻ എ കഫീൻ, ഓപ്ഷൻ ബി
ഓറനേസ്, ആൻഡ് then ഓപ്ഷൻ സി ഡോക്സിഡാൻ, ഓപ്ഷൻ ഡി ഗാലിക് ആസിഡ്. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഗാലിക് ആസിഡ് ആണ്. ഓക്കെ, ആന്റി ഓക്സിഡൻസിന്റെ ഒക്കെ എക്സാമ്പിളും അതിന്റെ ക്ലാസിഫിക്കേഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഓപ്ഷൻ എ കഫീൻ എന്ന് പറയുന്നത്, കഫീൻ ഹാസ് സം ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി. ഇറ്റ് ഈസ് നോട്ട് ടിപ്പിക്കലി ക്ലാസിഫൈഡ് ആസ് എ പ്രൈമറി ആന്റി ഓക്സിഡന്റ്. ഇറ്റ് മേ ബി കോൺട്രിബ്യൂട്ട് ടു ഓവറോൾ ആന്റി ഓക്സിഡന്റ് കപ്പാസിറ്റി ഓഫ് സർട്ടൻ കോണ്ടെക്സ്റ്റ്. അതായത് കഫീൻ ഒരു ആന്റി ഓക്സിഡന്റ് കപ്പാസിറ്റി ഉണ്ട്, പക്ഷെ ഒരു ആന്റി ഓക്സിഡന്റ് ആയിട്ട് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യുക, കഫീൻ യൂസ് ചെയ്യാറില്ല. ഓക്കെ, Doxydan is an laxative. It is not used for antioxidant property. It is primarily function as relieve constipation. Doxydan എന്ന് പറയുന്നത് എന്താണ്? ലാക്സേറ്റീവ് ആണ്. നമ്മുടെ സെന്നയുടെ ഒക്കെ ക്ലാസിഫിക്കേഷനിൽ വരുന്ന ഒരു ലാക്സേറ്റീവ് ആണ് ഡോക്സിഡാൻ എന്ന് പറയുന്നത്. പക്ഷെ അതിന് എന്താണ്, ഒരു ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി ഒന്നുമില്ല. കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്ന ഒരു ക്ലിനിക്കൽ കണ്ടീഷൻ റിലീവ് ചെയ്യാനാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ആൻഡ് ദെൻ ഓറിനേസ്. Orinase is a oral medication used to treat type 2 diabetics. It's not primarily considered as an antioxidant. It is may have some indirect effect in antioxidative stress associated with diabetic management. അതായത് ഓറിനേസ് എന്ന് പറയുന്നത് എന്താണ്, ഡയബറ്റിക് മാനേജ്മെന്റ് യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗ് ആണ്. ടൈപ്പ് 2 ഡയബറ്റിക്സിന് നമ്മളത് യൂസ് ചെയ്യുന്നതാണ്. അതിന്റെ ഒരു ആന്റി ഓക്സിഡന്റ് ആക്ടിവിറ്റി ഒന്നും ഇല്ല. ഗാലിക് ആസിഡ് is a natural antioxidant found in various plants based food. Possess free radical scavenging property helping neutralizing oxidative stress in the body. അതായത് ഗാലിക് ആസിഡ് എന്ന് പറയുന്ന ഒരു നാച്ചുറൽ ആന്റി ഓക്സിഡന്റ് ആണ്, നമ്മുടെ ഫുഡിലും ഒക്കെ യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഫ്രീ റാഡിക്കൽ സ്കാവെഞ്ചിങ് ആക്ടിവിറ്റി ഉള്ള ഒരു ഡ്രഗ് ആണെന്ത്, ഗാലിക് ആസിഡ് എന്ന് പറയാം. അപ്പൊ നമ്മൾ 40 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ പാർട്ട് 1 ഇവിടെ തീരുകയാണ്. 2016 ആദ്യത്തെ 40 ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ടോട്ടൽ 80 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. ബാക്കി 20 എന്ന് പറയുന്നത് GK കറണ്ട് അഫയേഴ്സ് ആണ്. അത് നമുക്കിപ്പോ നോക്കണ്ട, കാരണം 2022 മുതൽ എന്താണ്, നമുക്ക് നമ്മുടെ സബ്ജക്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് 100 ക്വസ്റ്റ്യൻസും ഫാർമസി റിലേറ്റഡ് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ അതിന് ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പൊ MCQs എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള രീതിയാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് ആപ്റ്റൈഡ് നോളജ് ഇത്രയും പഠിച്ചാൽ മതി എന്നല്ല പറയുന്നത്, ഇതിൽ നിന്നും കുറച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ ആന്റി ഓക്സിഡന്റ് കാര്യം പറയുകയാണെങ്കിൽ ആ ആന്റി ഓക്സിഡന്റ് ഫുൾ ക്ലാസിഫിക്കേഷൻ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ അത്രയും യൂസ് ആണ്. അപ്പൊ നമ്മൾ ഒരു 40 ക്വസ്റ്റ്യനിൽ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ആ 40 അതിന്റെ ഒരു ആൻസേഴ്സ് കൂടെ കൂട്ടി ഒരു 160ഓളം എന്താണ് ടോപ്പിക്കുകൾ നമുക്ക് അവിടെ പഠിച്ചു തീർക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നന്നായിട്ട് പഠിക്കുക.